പങ്കെടുക്കണം. സഭ എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്. ഒരു കുടുംബത്തിലെ ഒരംഗത്തെ മാത്രമാണ് എപ്പോഴും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അല്ല, എല്ലാവരും ഒന്നിച്ച് വളരണം. തന്നെ ഇവിടെ ഇരിക്കുന്ന ഹസ്ബൻഡിൻ്റെ അമ്മ നന്നായി പ്രാർത്ഥിക്കുന്ന അമ്മയാണ്. അമ്മയ്ക്ക് ഒരു ദിവസം പ്രാർത്ഥിക്കാവോ? എന്താ പറയുന്നത്? അവർ നന്നായി പ്രാർത്ഥിക്കും കേട്ടോ. ഞാൻ വിവാഹം കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് കണ്ണുനീരോടുകൂടിയോ അവരെ പ്രാർത്ഥന. എനിക്ക് തോന്നുന്നു അവിടെയുള്ള ശോഭ മുഴുവൻ അമ്മയുടെ കണ്ണുനീരുണ്ടെന്നാണ് തോന്നുന്നത്. അവിടെയാണ് അവരെപ്പോഴും എന്ത് ചെയ്യുന്നത്? കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണും. അഭിഷേകം അന്യഭാഷ ഒന്നുമില്ല, അവരങ്ങ് പ്രാർത്ഥിക്കും. എന്താ അമ്മ പ്രാർത്ഥിക്കുന്നത്? മക്കളെ കുറിച്ചാണല്ലേ. അവരെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ 3 മക്കൾ ഇന്ന് ഗവൺമെൻറ് ജോലിക്കാരാണ്. സ്തോത്രം. അതവരുടെ പ്രാർത്ഥനയാണ്, അല്ലാതെ ഇവരുടെ ബലം കൊണ്ടൊന്നുമല്ല ഇവർ ജോലിയായത്. കാരണം അതിന് തക്ക വളർത്താനുള്ള സാഹചര്യമോ മനസ്സിലായോ വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ഒന്നും അവർക്കില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇവർ ചെറുപ്പമായിരിക്കുമ്പോൾ മരിച്ചു പോയതാണ്. അവരുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ് കുഞ്ഞുങ്ങളെ വളർത്തി ഇത്രത്തോളം ആക്കിയത്, അവരെ ജോലിക്കാരാക്കിയത് എല്ലാം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ മക്കളെല്ലാം രക്ഷ കാണും. മൂത്ത മകൻ ഇന്നൊരു പാസ്റ്ററുമാണ്, ബാങ്കിലെ ജോലിക്കാരനുമാണ്. ഇതാണ്ടിരിക്കുന്നു. 2ാമത്തെ ആൾ മാത്രം ആർമിയിൽ റിട്ടയറായി. അദ്ദേഹവും ദൈവത്തിൻ്റെ വലിയ കൃപയിലാണ് നിൽക്കുന്നത്. 3ാമത്തെ ആളും ഇതാ പാസ്റ്ററാണ്. ഇനിയിപ്പോൾ 4ാമത്തെ ഒരാളുണ്ട്, അത് വൈകാതെ അങ്ങനെ ആവും. നമ്മളങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? എല്ലാവരും വരണ്ടേ? അതാണ് നമ്മുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന അമ്മമാർ കുടുംബത്തിലുണ്ടെങ്കിൽ കേട്ടോ ചേച്ചി, മക്കളെല്ലാം ദൈവം കൊണ്ടുവരും. അവരിപ്പോൾ വരുന്നില്ല എന്നുള്ളത് സത്യമാണ്. കരഞ്ഞ് നിലവിളിച്ച് മുട്ടുമടക്കി ദൈവസന്നിധി ഇരുന്നാലുണ്ടല്ലോ, ഒരു സീസൺ കഴിയുമ്പോൾ ദൈവം മാറ്റിക്കൊണ്ടുവരും. സ്തോത്രം. ഒരു സീസൺ കഴിയുമ്പോൾ, അല്ല, കുറച്ച് ദിവസം നമ്മൾ കരഞ്ഞു കേട്ടോ, കുറച്ച് ദിവസം പ്രാർത്ഥിച്ചു, ഒന്നും നടക്കുന്നില്ല, ഇനി അങ്ങ് കളയാം. തള്ളിക്കളയല്ലേ, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അവർ മടങ്ങി തിരിച്ച് കർത്താവിലേക്ക് വരുന്നവരെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അഭിഷേകമില്ല, അന്യഭാഷയില്ല, അതൊന്നും ഓർത്ത് ഭാരപ്പെടണ്ട. ദൈവത്തോട് ചോദിച്ചാൽ അതെല്ലാം ദൈവം തരും. നിങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കളെല്ലാം വരും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ കണ്ണുനീരോടുകൂടിയുള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട് ദൈവസന്നിധിയിൽ. എല്ലാവരും ചിലപ്പോൾ നമ്മളെ കൈവിടും. നമ്മൾ പ്രാർത്ഥിക്കായിരിക്കുമ്പോൾ ആരും കാണില്ല. എന്നാൽ അമ്മയോട് ചോദിച്ചാൽ അവർ പറയും, അവർ പ്രാർത്ഥിച്ചപ്പോൾ ആരവരുടെ കൂടെ ഇരുന്നു? ആരും ഇരുന്നില്ല, ആരും കണ്ടതുമില്ല. എനിക്ക് തോന്നുന്നു മുമ്പേയൊക്കെ ഉപവാസം എടുക്കുമായിരുന്നല്ലേ, ഇപ്പോൾ പറ്റുന്നില്ല അല്ലേ, ഇപ്പോൾ ഒന്നും കഴിയില്ല. ഞാൻ അവിടെ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിന് മുമ്പൊക്കെ അവർ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ചില ദിവസങ്ങളിലെല്ലാം അവർ ഉപവാസമാണ്. പക്ഷെ അവർ ചെയ്യുന്ന ജോലി എന്താണ്? വെയിലത്ത് പോയിരുന്നിട്ട് കച്ചവടം ചെയ്യും ആ ഉപവാസത്തോടെ. ഞാൻ ഓർക്കും, കർത്താവേ, ഇതെങ്ങനെ ഇത്ര വെയിലത്ത് പോയിരിക്കുന്നത്? അതൊക്കെ ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. അവിടെ ഇരുന്ന് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങളൊന്നും അല്ല നോക്കേണ്ടത്. നമ്മൾ എന്തെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നാലും ഉണ്ടല്ലോ, നമ്മൾ പ്രാർത്ഥിക്കുന്നവരായി തീർന്നാൽ മറുപടി കാണും. ശ്യാമയുടെ ജീവിതത്തിൽ പ്രാർത്ഥന വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലേ? യെസ്, തീർച്ചയായും വലിയ മാറ്റം അവളിൽ കൊണ്ടുവന്നു. അത് 2 ആഴ്ച കൂടെ കഴിഞ്ഞിട്ട് സാക്ഷ്യമായിട്ട് അവൾ തന്നെ ഇവിടെ പറയുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒത്തിരി കഷ്ടതകളിലൂടെ കടന്നുപോയി അല്ലേ? അപ്പോഴൊക്കെ ദൈവത്തോട് അടുത്തു, മാക്സിമം അടുത്തു വന്നു. അടുത്ത ശേഷം ദൈവം എന്ത് ചെയ്തു? വാതിലുകൾ തുറന്നു. പിന്നെ നീ വിട്ടുപോകുമോ? ഇല്ല. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമ്മളെ അടുക്കലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് വേണ്ടി ദൈവം വാതിലുകളെ തുറന്നു തരുമ്പോൾ പിന്നെ നമ്മൾ യേശുവും കൂടെ ഒന്നിച്ചാണ് നടക്കുന്നത്. പിന്നെ നമ്മൾ വിട്ടുപോകില്ല. അതാണ് ദൈവത്തിൻ്റെ വലിയ പദ്ധതി. അതുകൊണ്ട് നമ്മൾ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ കർത്താവ് ആദ്യം ചെയ്യുന്നത് അവരെല്ലാം തന്നിലേക്ക് ആകർഷിക്കും. ഒരു പ്രാർത്ഥന ഉയരണം ആരിൽ നിന്നെങ്കിലും, മനസ്സിലായോ? അപ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അവരെ നമുക്ക് യേശുവിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് ഒത്തിരി നാൾ പ്രാർത്ഥിച്ചു. അദ്ദേഹം അറിഞ്ഞൊന്നുമില്ല, അറിയണമെന്ന് ഇല്ലേ താനും. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. കർത്താവേ, അങ്ങയുടെ കരത്തിലേക്ക് തരികയാണ്. ഞാൻ ഒത്തിരി കാലം ജഡത്താൽ ഫൈറ്റ് ചെയ്യാൻ നോക്കിയ ആളാണ് കേട്ടോ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, അമ്മമാരെല്ലാവരും കേൾക്കാനാണ് ഞാൻ ഈ പറയുന്നത്. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ, ജഡത്തിൽ നമ്മൾ ഒത്തിരി പോരാടി നോക്കും, പക്ഷെ അതുകൊണ്ടൊന്നും ഒരു ഫലവും നമുക്കുണ്ടാവില്ല. അവരെ വഴക്ക് പറഞ്ഞെന്ന് പറഞ്ഞോ, നിയന്ത്രിക്കാൻ നോക്കിയെന്ന് പറഞ്ഞോ, ഒരു ഫലവും ഉണ്ടാകില്ല. എന്നാൽ നമ്മൾ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ഇരുന്ന് അവർക്ക് വേണ്ടി മണിക്കൂറുകൾ നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ മറുപടി വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. മറുപടി ഇറങ്ങി വരും സ്വർഗത്തിൽ നിന്ന്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് മാസങ്ങൾ കഴിയുന്നതിന് മുമ്പേ, അന്നൊന്നും ആർക്കും അറിയത്തില്ല കേട്ടോ, അറിയത്തില്ല. അപ്പോൾ ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കണ്ട വ്യക്തികളെന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പ കണ്ടിട്ടുണ്ട്,
പ്രാർത്ഥിക്കുന്നത്. അമ്മച്ചി കണ്ടിട്ടുണ്ട് എൻ്റെ 90 വയസ്സായ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അവർക്കൊക്കെ അറിയാം ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്താണെന്നൊന്നും അറിയത്തില്ല. ഞാനങ്ങ് കരഞ്ഞും നിലവിളിച്ചും പ്രാർത്ഥിക്കും. ഒന്നിനും അറിയത്തില്ല, വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കും. വചനം വായിക്കും, കരയും, ദൈവസന്നിധി പോയിരിക്കും, കരയും. ഇതാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറയും. പക്ഷേ ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയെന്ന് എനിക്ക് മനസ്സിലായത് എപ്പോഴാണെന്ന് അറിയാമോ? ഞങ്ങളങ്ങോട്ട് ഒരു ആരാധനയിൽ പോയിരുന്നപ്പോൾ അവിടെ നിൽക്കുന്ന ദേവദാസൻ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയത്. ഹല്ലേലൂയ. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇങ്ങനെ കരഞ്ഞ് നിലവിളിച്ചും പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ എത്തും. ഹല്ലേലൂയ. സ്വർഗത്തിലെത്തും നമ്മുടെ പ്രാർത്ഥന. നമ്മുടെ ഒരു പ്രാർത്ഥന പോലും വെറുതെ അല്ല. ഇന്ന് ഇവിടെ നിന്ന് ആൻറ്റി പ്രാർത്ഥിച്ചു, ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയെല്ലാം എവിടെ എത്തി? സ്വർഗത്തിലെത്തി. അതിൻ്റെ ഉത്തരം ഉടനെ വെളിപ്പെടും അടുത്ത ദിവസങ്ങളിൽ. നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും മറുപടി വെളിപ്പെടും. പക്ഷേ നമ്മൾ ദൈവഹിതത്തിനകത്ത് നിൽക്കണം. മനസ്സിലായോ? ദൈവത്തിൻ്റെ ഹിതത്തിനകത്ത് നിന്നിട്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവഹിതത്തിന് വെളിയിൽ പോയി എന്ന് പ്രാർത്ഥിച്ചാൽ ഒന്നും നടക്കില്ല. മനസ്സിലായോ? ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും, ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം കേട്ടോ. അനുഷ്ക ഉണ്ടോ? വാ. ശ്യാമേങ്ങ് വാ. ഇവിടെ നിൽക്കണം, ഇവർക്ക് കാണിച്ചു കൊടുക്കാൻ. ഇവിടെ നിന്ന് അതിൻ്റെ മോളിക്കുന്നു. അപ്പോൾ ഇതൊരു പ്രാർത്ഥനാ പടയാളിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക കേട്ടോ. ഇതാണ് പ്രാർത്ഥിക്കാനായിട്ട് വന്ന വ്യക്തി. ഇതാണ് തൽക്കാലത്തേക്ക് എന്നെ യേശുവായിട്ടൊന്നും സങ്കല്പിച്ചോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സ്വർഗീയ പിതാവ് അല്ലേ, സ്വർഗീയ പിതാവിൻ്റെ മകളാണിത്, ശരിയല്ലേ? മകളാണിത്. അപ്പോൾ പിതാവ് ആഗ്രഹിക്കുന്നത് എന്താണ്? എപ്പോഴും അമ്മയായിട്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത് അവളിൽ നിന്നുള്ള ഒരു സ്നേഹമാണ്, ശരിയല്ലേ? എപ്പോഴും ആഗ്രഹിക്കും. പക്ഷേ അവൾ എൻ്റെ ഒരു ആവശ്യം എന്നോട് ഇപ്പോൾ ഒന്ന് ചോദിച്ചു അല്ലേ, ഒരു കാര്യം ചോദിക്കുകയാണ്, ഇതായി ഒരു പുസ്തകം വാങ്ങിച്ചു കൊടുക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു? വാങ്ങിച്ചു കൊടുത്തല്ലേ. പക്ഷേ ഈ പുസ്തകം കൊണ്ട് അങ്ങ് പോയി. ഞാൻ വിളിക്കുമ്പോൾ പറഞ്ഞേ, പോയി, പിന്നെ വന്നിട്ടില്ല ഇയാൾ, പിന്നെ വന്നിട്ടില്ല കേട്ടോ. പിന്നെ അപ്പം നോക്കിയിരിക്കുക എപ്പോഴാണ് ഇവന് വരുന്നതെന്ന്. പിന്നെ അടുത്ത ആവശ്യം വന്നു, വന്നേ. ഇതെല്ലാം ഇപ്പോൾ ഇവിടെ നാടകമായിട്ട് കാണിക്കാൻ പോയി. അപ്പോൾ അടുത്ത ആവശ്യം വന്നു കേട്ടോ. അപ്പോൾ വേറൊരു ആവശ്യം, പ്രാർത്ഥിക്കുക, ഞാൻ കൊടുക്കുക, ദൈവം ഗ്രാൻഡ് ചെയ്യുക. കാരണം എന്താണ്? മകളാണ് അല്ലേ? അപ്പോൾ ഗ്രാൻഡ് ചെയ്തു, കൊടുത്തു. ഈ ആവശ്യം കൊണ്ടുപോയി, ഇതോ അവിടെ പോയിരുന്നോ, ഞാൻ വിളിക്കുമ്പോൾ ഈ ആവശ്യം കൊണ്ടുപോയി. കർത്താവ് പിന്നെ നോക്കുക, എവിടെ എൻ്റെ ഹിതം ചെയ്യാൻ ഇവൻ വരുന്നു. പ്രാർത്ഥിച്ചു കേട്ടോ. ഭയങ്കര വേദനയാണ് കർത്താവിൻ്റെ ഹൃദയത്തിന് അല്ലേ. എൻ്റെ മോളായാലും എനിക്ക് വേദന വരില്ലേ? ഞാൻ ഓരോ ആവശ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അവൾ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? അത് ഗ്രാൻഡ് ചെയ്യും, കൊടുക്കും. പക്ഷെ പിന്നെ വരില്ലെന്ന്. അപ്പനെ സ്നേഹിക്കാൻ വരത്തില്ല. ഹല്ലേലൂയ. അപ്പനെ സ്നേഹിക്കാൻ വരത്തില്ല. അമ്മയായി എന്നെ അവൾ സ്നേഹിക്കാൻ വന്നില്ലെങ്കിലോ എന്തോരം വേദനയല്ലേ ഹൃദയത്തിനുണ്ടാവുന്നത്. ഹല്ലേലൂയ. ആവശ്യം കൊടുത്തു വാങ്ങിക്കൊണ്ടുപോയി. വാ, ഇനി വാ. അപ്പോൾ അടുത്തൊരു ആവശ്യം വന്നു കേട്ടോ. പറയുക, ദൈവം മിണ്ടില്ല. ഇങ്ങനെ ചില കാര്യങ്ങൾ നടക്കാത്തത്. അങ്ങനെയാണ്, മിണ്ടില്ല. പ്രശ്നം വഷളാവും കേട്ടോ, സീരിയസ് ആവും. പിന്നെ പിശാച് വന്ന് ആക്രമണങ്ങളൊക്കെ ഇടും. കാരണം ദൈവം മിണ്ടാതിരിക്കുകയല്ലേ. കർത്താവ് മിണ്ടാതിരിക്കുവോ, സൈലൻ്റ് ആയിരിക്കുവാണ്. അന്നേരം ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഗുരുതരമായി. അന്നേരം പ്രാർത്ഥിച്ചിട്ട് റിപ്ലൈ കിട്ടുന്നില്ല. അതാ പ്രാർത്ഥന പടയാളിയുടെ അടുത്ത് പോവുകയാണേ. പ്രാർത്ഥന അപേക്ഷ കൊടുത്തു, അങ്ങോട്ട് കൊടുത്തരേ. നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് വെച്ചോ, അഭിഷേകമൊക്കെ ഉണ്ട്. ഇന്നേരം ഇയാൾ പ്രാർത്ഥിച്ചിട്ടൊന്നും ഉത്തരം വരുന്നില്ല, അങ്ങോട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇവിടെ സീൻ അങ്ങ് മുകളിലോട്ട് കയറിയുന്നു. അപ്പോൾ അടുത്ത പ്രാർത്ഥന പടയാളി പ്രാർത്ഥിക്കുവാണ്. കർത്താവ് അഭിഷേകമൊക്കെ കൊടുത്തിട്ടുണ്ട്, കർത്താവ് കേൾക്കും കേട്ടോ. വീണ്ടും ഈ പ്രാർത്ഥന ഇതാണ്ടേ കർത്താവ് സ്വീകരിച്ചു. ഇനി ഉത്തരം കൊടുക്കണം അല്ലേ? ഉത്തരം ഇവിടെ കൂടെ കൊടുക്കുമോ? ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥന പടയാളിയുടെ കയ്യിൽ ഉത്തരം ഏൽപ്പിക്കുമോ? എപ്പോഴേ ഉത്തരം കൊടുക്കുകയുള്ളൂ? വരണം അടുത്ത്. അതാണ്ടേ അപ്പോഴൊക്കെ കറങ്ങി ഏതെങ്കിലും സാഹചര്യത്തിനടുത്തൂടെ വാ, കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ ഉത്തരം കൊടുക്കും. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് പലയിടത്തും സംഭവിക്കുന്ന ഇതാണ്. എന്നെ ഇപ്പോൾ ഒരു പ്രാർത്ഥന പടയാളിയെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു, ശരിയാണ്, അവർ പ്രാർത്ഥിക്കും, ദൈവം ഉത്തരവായിട്ടും വെയിറ്റ് ചെയ്യുക. പക്ഷെ എപ്പോഴേ ഉത്തരം കിട്ടൂ? ഈ ആൾ ദൈവത്തിൻ്റെ അടുത്തോട്ട് വരണം. മനസ്സിലായോ? വിടുതലുകൾ ദൈവം വെച്ചേക്കുന്നുണ്ട്, പലതും ദൈവം ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ വെളിപ്പെടാത്ത എന്താണ്? ആൾ വരണ്ടേ ഇത് കൊടുക്കാനായിട്ടേ. കർത്താവ് ആദ്യം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ സ്നേഹിക്കും. വിട്ടുപോയ കുഞ്ഞാണല്ലേ, വിട്ടുപോയി, ചേർത്ത് പിടിച്ചിട്ട് സ്നേഹിക്കും. മുടിയനായ പുത്രൻ പോയപ്പോൾ എന്ത് ചെയ്തു? പോയ വഴി അവനെ പറഞ്ഞു വിട്ടോ? തിരിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു?
പുതിയ വസ്ത്രം കൊടുത്തു, പുതിയ മോതിരം ഇടിച്ചു, പുതിയ ഉടുപ്പിടിച്ചു, പുതിയ ചെരുപ്പിടിച്ചു. കാണാതെ പോയ മകനെ കണ്ടുകിട്ടിയേ. ഹല്ലേലൂയ. ചിരിക്കുന്ന കാണാതെ പോയതിനെ കണ്ടുകിട്ടി. അപ്പൻ്റെ സന്തോഷം. ഇതുപോലെയാ നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അപ്പനുണ്ടാകുന്ന സന്തോഷം. ഇതാണ് ദൈവരാജ്യത്തിലേക്ക് വരുമ്പോൾ. മനസ്സിലായോ? നമ്മൾ ഈ ആവശ്യം ചോദിക്കുന്നതൊന്നും അപ്പൻ തരാതിരിക്കത്തില്ല, പക്ഷേ അപ്പൻ്റെ അടുത്ത് നമ്മൾ വരില്ലല്ലോ. മനസ്സിലായോ? അപ്പനെ സ്നേഹിക്കാൻ പറ്റണം. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വേറൊന്നുമല്ല, നിങ്ങളുടെ സ്നേഹം ആഗ്രഹിക്കുന്ന. കൊടുക്കാമോ? വയ്ക്കോ. ശരി കേട്ടോ, താങ്ക്സ്. വയ്ക്കോ. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? എൻ്റെയും നിങ്ങളുടെ ഹൃദയമാണ്. ഹൃദയം ദൈവത്തിന് കൊടുക്കണം. മനസ്സിലായോ? ഇങ്ങനെയാണ് പ്രാർത്ഥനയുടെ ഉത്തരം വരുന്നത്. ഹല്ലേലൂയ. ദൈവം ആദ്യം എത്ര പാപി ആയിക്കോട്ടെ, ദൂരെ പോയാലും ദൈവം നോക്കിക്കൊണ്ടിരിക്കും. എന്തിനാ? അവൻ എപ്പോഴാ വരുന്നേ, എപ്പോഴാ എന്നെ അന്വേഷിക്കുന്നേ, എപ്പോഴാ എൻ്റെ സ്നേഹത്തെ അവനൊന്ന് അറിയുന്നേ. ഹല്ലേലൂയ. ദൂരെ ദൂരെ പോവുക, അപ്പനെ വിട്ട് ദൂരെ ദൂരെ. ലോകത്തിൻ്റെ മോഹങ്ങൾ, പലവിധമായ കുരുക്കുകളിൽ അകപ്പെട്ട് ദൂരെ ദൂരെ പോകുമ്പോഴും കർത്താവ് സ്നേഹത്തോടെ നോക്കിക്കൊണ്ടിരിക്കുക. എൻ്റെ മകനുള്ള മറുപടികൾ ഇതാ എൻ്റെ കയ്യിലിരിക്കും. അവൻ എപ്പോഴാ വരുന്നേ? അവന് വേണ്ടുന്ന പ്രോസ്പെറിറ്റി എൻ്റെ കയ്യിലുണ്ട്, സമ്പത്ത് എൻ്റെ കയ്യിലുണ്ട്, അവന് വേണ്ട ജോലി എൻ്റെ കയ്യിലുണ്ട്, അവന് വേണ്ടി ഞാൻ ഒരുക്കിയ ഭാവി എൻ്റെ കയ്യിലുണ്ട്. അവൻ എപ്പോഴാ വരുന്നേ എൻ്റെ അടുത്ത്? കൊടുക്കാനാ. അവന് വേണ്ടി ഞാൻ ആദിയിലെ ഒരുക്കി വെച്ച പദ്ധതികൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അവൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ ചില പദ്ധതികൾ എഴുതി വെച്ചത്, ചില പ്രോജക്റ്റുകൾ എൻ്റെ കയ്യിലുണ്ട്. എപ്പോഴാ അവൻ വരുന്നേ? അവൻ്റെ കയ്യിലോട്ട് ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രോജക്റ്റ് എനിക്ക് എടുത്തു കൊടുക്കാൻ, ആയിരങ്ങളെ പതിനായിരങ്ങളെ നേടേണ്ട അസൈൻമെന്റ് എനിക്ക് എടുത്തു കൊടുക്കാൻ അവൻ എപ്പോഴാ എൻ്റെ അടുത്തോട്ട് വരുന്നേ? ഹല്ലേലൂയ. അന്നേരം ദൈവം അത് ഏൽപ്പിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അങ്ങനെയല്ലേ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത്? അങ്ങനെയാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാം ആടുകളെ പോലെ തെറ്റി ദൈവത്തിൽ നിന്ന് ദൂരെ പോയവരാണ്. ശരിയല്ലേ? ദൈവത്തിൽ നിന്ന് ദൂരെ പോയ ആടുകളാണ് നമ്മളെല്ലാവരെയും. പക്ഷെ കർത്താവ് ആ സ്നേഹത്താൽ നമ്മളെ പിടിച്ചു. വഴിതെറ്റി ആടുപോലെ നമ്മൾ പലരും കുഴിക്കകത്ത് പോയി കിടന്നു, ഉൾപ്പടർപ്പിൽ കുടുങ്ങി കിടന്നു. 99 എണ്ണത്തിനെയും വിട്ടിട്ട് ഒന്നിനെ തേടി കർത്താവ് യാത്ര തിരിച്ചു. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടുപിടിക്കാനുള്ള യാത്ര. ഹല്ലേലൂയ. ആ യാത്രയുടെ ഒടുവിൽ കർത്താവ് നമ്മളെ കണ്ടെത്തി. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൂതന്മാർ സന്തോഷിച്ചു, കർത്താവ് സന്തോഷിച്ചു, സകലരും സന്തോഷിച്ചു, സർവ സൃഷ്ടിയും സന്തോഷിച്ചു നിങ്ങളെ എന്നെയും കണ്ടുകിട്ടിയപ്പോൾ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ സർവ സൃഷ്ടിയും സന്തോഷിക്കുന്നുണ്ടെന്ന് നമ്മളെ നോക്കി? നമുക്കൊന്നും അറിയത്തില്ല. ആണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവപുത്രന്മാരായി വെളിപ്പെടാൻ നോക്കിയിരിക്കുക എല്ലാവരും. ഹല്ലേലൂയ. ഞാനിത് ആദ്യം പറയാൻ വന്നതല്ല, ഇതങ്ങ് പറഞ്ഞു കേട്ടോ. പ്രാർത്ഥനയിൽ തുടങ്ങിയപ്പോൾ പറഞ്ഞു. ഞാൻ എല്ലാം ഇത് പറഞ്ഞതിൻ്റെ പ്രധാന കാര്യം, നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ ഭാഗം ചെയ്യണം. ആരാധനയിൽ കൃത്യമായി ചെയ്യണം. നിങ്ങൾ കർത്താവിനോട് ചോദിക്കണം, അപ്പാ എന്താണ് അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി ഞാൻ ചെയ്യേണ്ടത്? ഞാൻ ചെയ്യാൻ റെഡിയാണ്, ഞാൻ ചെയ്യാനായിട്ട് വരികയാ. ഹല്ലേലൂയ. അതിൻ്റെ നന്മകൾ, അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ഒതുങ്ങുന്നതല്ല, അത് നിത്യതയിൽ വരെ എത്തുന്ന അനുഗ്രഹങ്ങളാണ്. ഈ ഭൂമിയിൽ നിങ്ങൾ എന്ത് ചെയ്താലും ഇവിടെ വെച്ച് അതിൻ്റെ ബ്ലെസ്സിങ്സ് തീരും. ശരിയല്ലേ? എന്നാൽ ദൈവത്തിനു വേണ്ടി നിങ്ങൾ ഒരു വിരലെങ്കിലും അനക്കിയാൽ, നിങ്ങൾ ചിലപ്പോൾ ചെയറായിരിക്കും പറക്കിയിടുന്നത്. കഴിഞ്ഞ ആഴ്ച രമ സിസ്റ്റർ അതാണ്ട് ഇവിടെയുള്ള ചെയറെല്ലാം പറക്കി അടുക്കിയിട്ടിട്ട് പോയി. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അതിൻ്റെ അനുഗ്രഹം കിട്ടും. ഞാൻ ആരും കാണാതെ ഞാൻ പോകുന്ന പ്രെയർ ടവർ ആലയൊക്കെ പോയി തൂത്തിട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ബാത്റൂം കഴുകിയാലും സന്തോഷമാണ്. കാരണം ഞാൻ ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. കസേര പറക്കിയിട്ടാൽ സന്തോഷമാണ്, ഒരു ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചാൽ സന്തോഷമാണ്, ഇവിടെ വന്നൊരു ടാർപ്പ കെട്ടിയാൽ സന്തോഷമാണ്, ഇവിടെ ഇങ്ങനെ കർട്ടൻ ഇട്ടാൽ നമുക്ക് സന്തോഷമാണ്. മനസ്സിലായോ സഹോദരങ്ങളെ? എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ. ഒരു 5 പേരുടെ ഭവനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പോകാമെന്ന് ജോസഫ് അങ്കിൾ ചിലപ്പോൾ പറയാറുണ്ട്. സന്തോഷമാണ്, ഒന്നിച്ചവർ പോകും. ഹല്ലേലൂയ. എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ. നിങ്ങൾക്ക് 2 സഹോദരികൾ ചേർന്നിട്ട് ഒരു ചെറിയ പ്രാർത്ഥന പോലെ 2-3 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുക. എല്ലാം നല്ലതാണ്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി നിങ്ങൾ ഒരു വിരലെങ്കിലും കൊണ്ട് എന്തെങ്കിലും ഒന്ന് അധ്വാനിക്കാൻ തയ്യാറായാലുണ്ടല്ലോ, കർത്താവും സ്വർഗവും എല്ലാം നമ്മുടെ കൂടെ ഇറങ്ങി നിൽക്കും. ഹല്ലേലൂയ. അങ്ങനെയാണ്. ഹല്ലേലൂയ.
ഇനി ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം കേട്ടോ. ഈ ആഴ്ച ബർത്ത്ഡേ വല്ല ആഘോഷിക്കുന്നവരുണ്ടോ? വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവരുണ്ടോ? യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ ഒത്തിരി പേർ കമൻറ്റ് ചെയ്തു, സിസ്റ്ററെ ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ, ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്നവർ, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർ, നിങ്ങൾക്കായി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളൊരു നിമിഷം കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് സഹോദരങ്ങളെ. യൂട്യൂബിൽ ആണ് ഏറ്റവും കൂടുതൽ വ്യക്തികൾ നമ്മളെ കാണുന്നത് എന്ന് പറഞ്ഞാൽ എത്ര പേര് കാണുമായിരിക്കും? 6,000 അബവ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങൾ സഭയായിട്ട് അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, യൂട്യൂബിൽ ഞങ്ങളെ കാണുന്ന സഹോദരങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവർ ഞങ്ങളെ കുടുംബക്കാരാണല്ലോ. ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ പുതിയ വർഷം നന്മകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയും അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. പുതിയ വഴികൾ, പുതിയ വാതിലുകൾ പ്രിയ മക്കൾക്ക് വേണ്ടി അങ്ങ് തുറക്കണം. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാത്തവർ സ്വീകരിക്കട്ടെ. അവരുടെ കുടുംബത്തിലുള്ളവർ കേൾക്കുന്നെങ്കിൽ അവരുടെ കുടുംബത്തിൽ ഉണർവിൻ്റെ വലിയൊരു കാറ്റ് ഇപ്പോൾ അടുപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദാമ്പത്തിക ജീവിതത്തിൻ്റെ ഒരു വർഷം കൂടി മുന്നോട്ട് വരുവാൻ കർത്താവ് അവരെ സഹായിച്ചതിനായി സ്തോത്രം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞ് അടുത്ത് വരുന്ന ഈ വർഷം അവർ ഒരുമിച്ച് എഴുന്നേൽക്കുന്ന വർഷമായി തീരട്ടെ. കർത്താവെ, നന്മകൾ അനുഗ്രഹങ്ങൾ കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഉപരി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദ നെയിം ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമ്മൾ സഭയായിട്ട് അവരെ കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറച്ചേ ഉള്ളൂ, 50 പേരിനകത്തേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് ആളുണ്ട് അല്ലേ സിസ്റ്ററെ? അതിനകത്ത് ആളുണ്ട്. നമ്മുടെ ഒരു വലിയ കുടുംബം ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. അവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു കേട്ടോ. അവരെന്നോട് എപ്പോഴും പറയും, സിസ്റ്ററെ ഓഡിയൻസിനെ കാണിക്കുക. ഞാൻ പറയും ഫെസിലിറ്റി ഇല്ല, ഒരു മൊബൈൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നിങ്ങളെ കാണാൻ വലിയ ഇഷ്ടമാണ്. യൂട്യൂബിലൂടെ ഞാൻ നിങ്ങളുടെ പേരുകളൊക്കെ വിളിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഇവിടെ ഇരിക്കുന്നവർ ഭാഗ്യമുള്ളവരാണെന്ന്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നവർ ഭാഗ്യമുള്ളവരാ. സിസ്റ്ററിൻ്റെ മുമ്പ് അവർക്ക് ഇരുന്ന് വചനം കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഞങ്ങളൊക്കെ കൊതിക്കുക ഒത്തിരി ദൂരത്ത് ഇരുന്ന് സിസ്റ്റർ അടുത്തേക്ക് വരാനായിട്ടും കാണാനായിട്ടും ഒക്കെ. ഹല്ലേലൂയ. അവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ വൈകാതെ നമുക്ക് ലൈവിൻ്റെ ഫെസിലിറ്റി എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് വർഷിപ്പൊക്കെ കൂടെ ഒന്ന് ഇടാൻ വേണ്ടി കേട്ടോ. അങ്കിള് കൈ പൊക്കി. അങ്കിള് ഭയങ്കര വിശ്വാസമാണ്, ഭയങ്കര വിശ്വാസം. ദൈവം കാണട്ടെ കേട്ടോ. ഒരാളെങ്കിലും കൈ ഉയർത്തിയാൽ അത് കാണും കർത്താവ്. ഹല്ലേലൂയ. അപ്പോൾ അവർ ചോദിക്കുന്ന ലൈവ് വർഷിപ്പും എല്ലാം കൊടുക്കാമോ എന്ന് അവർക്ക് വലിയ ഇഷ്ടമാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ക്യാമറയ്ക്കകത്ത്, ഈ മൊബൈലിലെ ക്യാമറയ്ക്കകത്ത് ഒരു സമയപരിധിയുണ്ട്. 2-2.5 മണിക്കൂറൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു സംഭവമാണിത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ വർഷിപ്പൊക്കെ കട്ട് ചെയ്തിട്ടാണ് പിന്നെയാണ് മെസ്സേജ് എടുക്കുന്നത്. പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് എല്ലാത്തിനുമുള്ള ഫെസിലിറ്റി വരുന്ന ദിവസങ്ങളിൽ ദൈവം തരണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? കൊടുക്കാൻ പറ്റൂ. ലൈവിന് എടുക്കാനുള്ള ക്യാമറ, ഒപ്പം തന്നെ ലാപ്ടോപ്പ്, അതിനെ നിയന്ത്രിക്കാൻ ഒരാൾ, ഇതെല്ലാം വേണ്ടേ? വേണം. എങ്കിലേ നമുക്ക് ലൈവായിട്ടൊക്കെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എല്ലാം ദൈവം തരും. ഹല്ലേലൂയ. യെസ് 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 യെസ്. ഹല്ലേലൂയ. തരുന്നതിനായി നമ്മൾ അഡ്വാൻസ് ആയിട്ട് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എല്ലാവരെയും ദൈവം വളർത്തണം, എന്നാലല്ലേ പറ്റൂ. സാമ്പത്തികമായിട്ടും വളരണം, ആത്മീയമായിട്ടും വളരണം, എല്ലാ നന്മകളും വരണം. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നതിന് വല്ല തെറ്റുണ്ടോ? അയ്യോ, എല്ലാവരും വളരണ്ട. ഞാൻ മാത്രം അതെന്തോ? എല്ലാവരും വളരണം. എല്ലാവരും വളർന്നാലല്ലേ ദൈവരാജ്യത്തിന് അനുഗ്രഹം ഉണ്ടാവുള്ളൂ. എല്ലാവരും കടത്തിലും കഷ്ടത്തിലും ബുദ്ധിമുട്ടിലും എപ്പോഴും കിടന്നാൽ ദൈവരാജ്യത്തിന് നന്മകളും അനുഗ്രഹങ്ങളും വരുമോ? അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാവരും വിശാലതയിലേക്ക് വരണം. ഹല്ലേലൂയ. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ, എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും ജോലികൾ ലഭിക്കണം. ആരും ഒന്ന് കൈനീട്ടുന്നവരായി തീരരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഇവിടെ ആയിരിക്കുന്ന പലരെയും സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സഹായിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള ആളാണ് ഞാൻ. രാജേഷ് ബ്രദറിൻ്റെ വീട്ടിൽ പോകുമ്പോൾ എനിക്ക് വിഷമം തോന്നും. അവിടെ അകത്തൊരു ടോയ്ലറ്റ് ഇല്ല. അദ്ദേഹത്തിന് വീൽ ചെയറിലിരിക്കുന്നതുകൊണ്ട് എഴുന്നേറ്റ് നടന്ന് ബാത്റൂമിലൊന്നും പോകാൻ പറ്റില്ല. സഹോദരിക്ക് ബുദ്ധിമുട്ടാണ് കൊണ്ടുപോകാൻ. ഞാൻ ആലോചിക്കും, കർത്താവേ, ഇവർക്കൊരു ടോയ്ലറ്റ് ഒന്ന് വെച്ച് കൊടുത്തെങ്കിൽ നന്നായിരുന്നു. ഇതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ. ബ്രദർ എന്ത് പറയുന്നു? ഉറങ്ങുവാണായിരുന്നു? ഇല്ല, എൻ്റെ മനസ്സിൽ തോന്നും, കർത്താവേ, ഒരു ടോയ്ലറ്റ് അത് അവർക്ക് അകത്തില്ലല്ലോ. വീൽ ചെയറിലിരിക്കുന്ന മനുഷ്യന് എങ്ങനെയാണ് ബാത്റൂമിലൊക്കെ പോകാൻ? ഭയങ്കര കഷ്ടതയാണല്ലേ, നമുക്കറിയാം. അപ്പോൾ ഞാൻ ആലോചിക്കും, വെച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണതാണ്ടാ ഇവിടെ കിടക്കുന്ന കടം. ഇവിടെ കിടക്കുവാണല്ലോ കടം. നമ്മളിപ്പോൾ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് സത്യമായിട്ട് പറയും കേട്ടോ, 20 ലക്ഷം രൂപ
ബാങ്കിൽ ഇരിക്കുവാണ് പ്രമാണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ ജപ്തിയുടെ ബോർഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ വെച്ചില്ല ഏതായാലും കേട്ടോ, ദൈവകൃപയാൽ വെച്ചില്ല. ഇവിടെ വെക്കുകയാണെങ്കിൽ എന്തു പറയും? ഇതാണ്ട് ആരാധന നടക്കുന്ന ഭവനം ജപ്തിയുടെ വക്കിലിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഒരു പക്ഷെ പറയൂല്ലേ, ജനം കളിയാക്കി ചിരിച്ചേക്കാം. അങ്ങനെ കളിയാക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമില്ലെന്നേ. അതിൻ്റെയൊക്കെ സ്റ്റേജ് കഴിഞ്ഞു. ഹല്ലേലൂയ. ഉയരത്തിലുള്ളവൻ തീരുമാനിക്കണം. ഹല്ലേലൂയ. ഉയരത്തിലുള്ളവൻ തീരുമാനിക്കണം ഇത് ജപ്തിയാക്കി കൊണ്ടുപോകണമെങ്കിൽ. കാരണം ഇവിടെ ദൈവമഹത്വം ഇറങ്ങുന്ന സ്ഥലമാണ്. അവരിന്നേ വരെ ബോർഡ് വെച്ചിട്ടില്ല. ഒരു ബോർഡ് കൊണ്ടുവരും, കൊണ്ടുപോകും, കൊണ്ടുവരും, കൊണ്ടുപോകും, കൊണ്ടുവരും, കൊണ്ടുപോകും. നമ്മൾ ഓരോ മാസം ഇങ്ങനെ സമയം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഇത് തീരും, എനിക്കറിയാം. ഇത് തീരുമ്പോൾ ഇതിലൂടെ തന്നെ ഞാൻ സാക്ഷ്യം പറയുന്നതായിരിക്കും. ഒത്തിരി പേരെന്നോട് ചോദിക്കും, സിസ്റ്ററെ കടം തീർന്നോ? ഇല്ലെന്നേ, തീരും. ഇല്ല, തീരും. തീർത്തു തരാൻ എൻ്റെ ദൈവം സർവശക്തനാ. ഞാൻ ഇവിടെ നിന്ന് അധ്വാനിച്ചെന്ന് പറഞ്ഞൊന്നും ഇത് തീരത്തില്ല. ഹല്ലേലൂയ. ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. പക്ഷെ കർത്താവ് സർവശക്തനായതുകൊണ്ട് ഇത് തീർത്തു തരും. ആരെങ്കിലും കടഭാരത്തിലിരുന്ന് എന്നെ കേൾക്കുന്നെങ്കിൽ, അതാണ് യേശുവിന് വേണ്ടി ഇറങ്ങാൻ നിങ്ങൾക്ക് തടസ്സമെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ധൈര്യത്തോടെ ഇറങ്ങാൻ. ധൈര്യത്തോടെ ഇറങ്ങാൻ. കടം വാങ്ങിച്ചവരും അവിടെ നിൽക്കും, കൊടുക്കാനുള്ളവരും അവിടെ നിൽക്കും. എല്ലാം കർത്താവിന് വഴിയുണ്ട്. അപ്പൻ്റെ കയ്യിലെ വഴി ഉള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. ചെങ്കടലിന് മുമ്പിൽ ഇസ്രായേൽ മക്കൾ വന്നു നിന്നപ്പോൾ വഴി എവിടെ കൂടെ ഉണ്ടായി? കടലിന് നടുവിൽ വഴിയുണ്ടായി. ഹല്ലേലൂയ. പോകാനുള്ള വഴി എൻ്റെ അപ്പൻ തുറക്കും. ഹല്ലേലൂയ. നീ ഇറങ്ങാൻ റെഡിയാണോ എന്നാ? വിശ്വാസത്താൽ ഇറങ്ങാൻ റെഡി ആയാലുണ്ടല്ലോ, കർത്താവ് എല്ലാം തരും, എല്ലാം തരും. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഈ കടമെല്ലാം ഒന്ന് തീർത്തിട്ട് വേണം മറ്റുള്ളവരെയും കൂടെ സഹായിക്കാനായിട്ട്. എല്ലാവർക്കും ചെയ്തു കൊടുക്കണം. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണം. കറണ്ട് കണക്ഷൻ ഇല്ലാത്തവരുണ്ട് ഈ കോളനിക്കകത്ത്. ചന്ദ്രി എൻ്റെ വീട്ടിൽ കറണ്ട് കണക്ഷൻ കിട്ടിയോ? അപ്പം ഞാൻ ആലോചിക്കും, കർത്താവേ, വെളിച്ചമില്ലാതിരിക്കുന്നവർക്ക് വെളിച്ചം കൊടുക്കണം, നമുക്ക് വേണ്ടേ? ആഹാരം ഇല്ലാതെ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടോ ഈ കോളനിക്കകത്ത്? പോയി അന്വേഷിച്ചിട്ട് അവർക്ക് ഫുഡ് എല്ലാം ഉച്ചയ്ക്ക് എത്തിക്കണം. ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമാണ്. നിങ്ങൾ ആരൊക്കെ കൂടെ ഇപ്പോണ്ട്? ആരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു ഈ ആഗ്രഹത്തിന്? നല്ലതാണെന്ന് പറയുന്നു. വേണം അല്ലേ ആൻറ്റി? വേണം. ഞാൻ കഴിക്കുമ്പോൾ എനിക്കൊരു സങ്കടമാണ്, ആരും കഴിക്കാതിരിക്കുന്നുണ്ടോ കർത്താവേ? കോളനിക്കകത്ത് കഴിഞ്ഞ ദിവസം ഒരു ആൻറ്റിയുടെ വീട്ടിൽ പോയി. അവിടെ പോയപ്പോൾ ഒരു മനുഷ്യർക്ക് അവിടെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അത്രത്തോളം ദയനീയമായിട്ട് എനിക്ക് തോന്നി. അവർ പറഞ്ഞു, ആരാധന നടത്താം. എവിടെ വെച്ച് നടത്തും? റോഡിൽ നടത്താം. കാരണം വീട്ടിൽ സ്ഥലമില്ല. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, റോഡ് തരാം സിസ്റ്ററെ, നിങ്ങൾ വരുമെങ്കിൽ. ഞാൻ പറഞ്ഞു, റോഡോ കാടോ എവിടെ തന്നാലും മതി, ഞാൻ നിന്ന് പ്രസംഗിച്ചോളാം. എനിക്കൊരു സ്റ്റേജ് മൈക്ക് ഒന്നും വേണ്ട, റോഡായാലും മതി. പക്ഷെ റോഡിൽ കൂടെ വരുന്ന വാഹനത്തിനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ആൾക്കാരിയ്ക്കുമ്പോഴേ ഈ വാഹനത്തിന് പോണ്ടേ. റോഡോ കാടോ വയലോ കുളോ എവിടെ ആയാലും അമൃത പ്രസംഗിക്കും. ഹല്ലേലൂയ. ഇത് സുവിശേഷമാണ്, ഇത് ഗുഡ് ന്യൂസാണ്. ഹല്ലേലൂയ. കളിയാക്കുന്നവർ ഒത്തിരി പേരുണ്ടാവാം, കളിയാക്കിക്കോട്ടെന്നേ. പരിഹസിക്കുന്നവർ ഒത്തിരി പേരുണ്ടാവാം, പരിഹസിക്കട്ടെ. ഹല്ലേലൂയ. പക്ഷേ എൻ്റെ വിളി എന്ന് പറയുന്നത് ഈ ദേശത്ത് ഇറങ്ങി നടക്കാനാ. ഞാൻ നടക്കും. ഹല്ലേലൂയ. എൻ്റെ യേശുവിന് വേണ്ടി ഈ ദേശം നേടും. ഹല്ലേലൂയ. അത് എൻ്റെ തീരുമാനമാണ്. അതിൽ നിന്ന് എന്നെ പിന്തിരിപ്പാൻ ഒരു മനുഷ്യനോ ഒരു പിശാചിനോ സാധ്യമല്ല. ഹല്ലേലൂയ. ഞാൻ പറയും, വഴിയിൽ നിന്ന് മാറി നിൽക്കും പിശാചേ. കർത്താവ് ഈ ദേശത്തെ എൻ്റെ കരുത്തിൽ തന്നിരിക്കുന്നെങ്കിൽ ഞാൻ ഈ ദേശത്തെ നേടാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. ഹല്ലേലൂയ. അത് കൊതുക് കുത്തുമെന്ന് പറഞ്ഞൊന്നും ഞാൻ പ്രസംഗം നടത്തില്ല. കൊതുക് കുത്തിയാൽ അത് ചാവണം അവിടെ. പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങുമ്പോൾ. ഹല്ലേലൂയ. ഏത് രാത്രിയും ഏത് പകലും ഞാൻ ഇറങ്ങി നടക്കും. അന്ന് ചേച്ചിയൊക്കെ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ടോർച്ചൊക്കെ എടുത്ത് അവരെ വീട്ടിൽ നിന്ന് ടോർച്ച് കൊടുത്ത് ഞാൻ പോകും. കാരണം വഴിയില്ല, ഇരുട്ടിൽ കൂടെ തപ്പിത്തടഞ്ഞ് ഞാൻ പോകും പ്രാർത്ഥിക്കാനാ. ചേച്ചി എൻ്റെ കൂടെ വരും. പല വീടുകളിൽ കയറി ഇറങ്ങി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചുമ്മാ ഇതിങ്ങനെ തുടങ്ങിയെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. കോളനിക്കകത്തൂടെ കയറി ഇറങ്ങി, വഴിയില്ലാത്തടത്തൂടെ ഒക്കെ കയറി ഇറങ്ങി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ നിറയെ തെരുവ് നായ്ക്കൾ ധാരാളം കാണും അല്ലേ അവിടെ. നമ്മൾ പോകുമ്പോൾ എല്ലാം വഴിവരിയാൻ നിൽക്കും, ഏതെങ്കിലും കടിക്കുമെന്ന് പോലും അറിയത്തില്ല. എന്നാലും അതിനിടയിൽ കൂടെ വിശ്വാസത്തിൽ അങ്ങ് നടക്കുക. എന്നാൽ പിന്നെ കടി നോക്കട്ടെ. ഒന്നും കടിച്ചിട്ടൊന്നുമില്ല. ഇന്നും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. കോളനിക്കകത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതലുള്ളത് ഈ നായാണ്. കൂടുതൽ വന്ന് നിൽക്കും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ചായക്കട ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. അവിടെ പോയപ്പോൾ താണ്ട മനുഷ്യരെക്കാളും കൂടുതൽ അവരാ നിൽക്കുന്നത്. കൂടി വന്ന് നിൽക്കുകയാണ്. കർത്താവെ, ഞാൻ ഓർത്തു, സൃഷ്ടികൾക്ക് സുവിശേഷം മനസ്സിലാവാൻ തുടങ്ങിയോ? ഇവരെല്ലാം വളരെ ബഹുമാനത്തോടെ വന്ന് അവിടെ കിടക്കുന്നു. താണ്ടെ അവിടെ നിന്നപ്പോൾ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ സാന്നിധ്യം എന്താണെന്ന്. ഹല്ലേലൂയ. സകലതും സൈലൻ്റ് ആവും.
ഹല്ലേലൂയ. സകലതും സൈലന്റ് ആവും. ഹല്ലേലൂയ. സൃഷ്ടി നിങ്ങൾക്ക് മുമ്പിൽ ബൗ ഡൗൺ ചെയ്യും. എന്തുകൊണ്ടാണ്? സൃഷ്ടാവ് നിങ്ങളുടെ അകത്തിരിക്കുന്നോണ്ടാ. ഹല്ലേലൂയ. അത് എൻ്റെയും നിങ്ങളുടെയും ബലമല്ല, സൃഷ്ടാവിനെ കണ്ടിട്ട് സൃഷ്ടി നീ അനുസരിക്കുന്നതാണ്. ഹല്ലേലൂയ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന താവി തുതിക്കും ഞാൻ ഈശോൻ ജീവിക്കുന്ന നാൾ ഉഷിച്ചിടും. വാ, ഒരു മൈക്കെട്, വാ, പാട്, വാ. ഓ കർത്താവേ, താങ്ക് യു. ഉഷിച്ചിടും നാഥനെ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. തൻ്റെ കരുണയെത്രയോ അതിവിശിഷ്ടം, ആശ്ചര്യമേ. പാടിക്കോ. തൻ്റെ കരുണ, കരുണയെത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. ഓ എന്നകൃത്യങ്ങളുമെല്ലാം ഓ കർത്താവേ, എൻ ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ബട്ടർഫ്ലൈ പാടാൻ വന്നിട്ടുണ്ട്. ഇതാണ്ട് സർവ സൃഷ്ടികളും പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈശോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാമോ. ഈശോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാ, ആ കരങ്ങൾ ഉയർത്തി. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും യേശുവേ. ഹല്ലേലൂയ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. ഹല്ലേലൂയ. താങ്ക് യു. കർത്താവ് എത്ര നല്ലവൻ അല്ലേ. ആ സ്നേഹം എത്രയോ അതിവിശിഷ്ടം. ഹല്ലേലൂയ. താൻ മാറില്ല, ഒരിക്കലും മാറില്ല. താൻ സ്നേഹത്താൽ നമ്മളെ നിറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സർവ്വ സൃഷ്ടിയും ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? ഈ ഭൂമി, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടോ? ഒരിക്കൽ കർത്താവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവാണ് രാത്രിയെ. എന്നോട് പറയുകയാണ്, നിനക്കറിയാമോ സർവ്വ സൃഷ്ടികളും ആകാശഗോളങ്ങളും എന്നെ വണങ്ങുന്നുവെന്ന് അറിയാമോ? ഞാൻ ചോദിച്ചു, ആഹാ അങ്ങനെയാണോ? എനിക്കറിഞ്ഞുകൂടായിരുന്നു. ഈ സർവ്വ സൃഷ്ടിയും കർത്താവിനെ വണങ്ങുന്നു എന്ന് എനിക്ക് അങ്ങനെ അറിയത്തില്ലായിരുന്നു. ഈ ആകാശഗോളങ്ങളും സൗരയൂഥവും ഒക്കെ പോയി കർത്താവിനെ വണങ്ങുന്നു. അന്നേരം പെട്ടെന്നൊരു വിഷൻ എൻ്റെ മുന്നിലേക്ക് ഓപ്പണായി. അന്നേരം ഞാൻ കാണുകയാണ് സൗരയൂഥം, മില്യൺ ട്രില്യൺ കണക്കിന് നക്ഷത്ര സമൂഹങ്ങൾ എല്ലാവരും വന്ന് അവരുടെ പാത്ത് റൊട്ടേറ്റ് ചെയ്ത് കർത്താവിൻ്റെ സന്നിധി എന്ന് തോന്നുന്ന ഒരു സ്ഥലത്തെത്തുമ്പോൾ ബൗ ഡൗൺ ചെയ്യുകയാണ് അവർ. മനസ്സിലാവുന്നുണ്ടോ? അവർ രണ്ട് കൈയൊന്നും എടുത്ത് കുപ്പി തൊഴില്ല, അതിന് കൈയൊന്നുമില്ല, അവർക്ക് വേറെ ശരീരമാണ്. അവർ ബൗ ഡൗൺ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് ആൻഡ് അഗൈൻ ദേ റൊട്ടേറ്റ് ആൻഡ് മൂവ്. മനസ്സിലാവുന്നുണ്ടോ?
വിഷനായിട്ട് കർത്താവ് എന്നെ കാണിക്കുക. അത് കണ്ടപ്പോൾ എൻ്റെ ഒരു സന്തോഷം. ഹല്ലേലൂയ. ഇവിടെ നിൽക്കുന്ന ഈ ചെടികൾ കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. സകലതും എൻ്റെ യേശുവിനെ ആരാധിക്കുന്നു. അവർ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. നമ്മളും ദൈവത്തെ ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ. സൂര്യനോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് വെളിച്ചം കൊടുക്കണമെന്ന്. അത് ഇന്നും അത് ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നു. ചന്ദ്രനോട് പറഞ്ഞു ആകാശത്തിൽ വെളിച്ചമായി രാത്രി ഇരിക്കുക. അതിന്നും അത് ചെയ്യുന്നു. എന്തൊക്കെയാണോ ദൈവം ഓരോ ഗ്രഹങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് അതെല്ലാം അത് ചെയ്യുന്നു. നമ്മളോ ചെയ്താട്ടെ ദൈവത്തിൻ്റെ ഇഷ്ടം. അതാണ് ദൈവത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് ചെയ്യാം. സ്തോത്രം. നമ്മളെല്ലാം ദൈവം കണ്ടിരിക്കുന്നത് വലിയൊരു പദ്ധതിക്കായിട്ടാണ്. നിങ്ങളാരും കുറഞ്ഞവരില്ല. ഇതിനകത്തിരിക്കുന്ന ആരും കുറഞ്ഞവരില്ല. നമ്മൾ കർത്താവിൻ്റെ വഴി വിട്ട് പോയത് കൊണ്ടാണ് നമ്മളിങ്ങനെ ആയിപ്പോയത്. അല്ലെങ്കിൽ സഹോദര രാജേഷ് ബ്രദർ പറയട്ടെ, അല്ലയോ സഹോദര? വീൽ ചെയറിൽ താനിന്ന് ഇരിക്കുന്നുണ്ട്, ശരിയാണല്ലേ? പക്ഷെ അപ്പനെ വിട്ടുപോയത് കൊണ്ടല്ലേ അത്? ശരിയാണ്. തുറന്ന് സമ്മതിക്കുന്നതിനായി നന്ദി കേട്ടോ. താൻ അങ്ങനെ ഇരിക്കാനുള്ള കാരണം ദൈവത്തെ അറിഞ്ഞിട്ടും വിട്ടുപോയി. പക്ഷെ ദൈവം വിട്ടോ? ഇല്ല. അതാണ്, വിട്ടില്ല. കാരണം കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. രാജേഷ് ബ്രദർ എഴുന്നേറ്റ് നടക്കുന്നത് ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുമ്പോൾ കണ്ടു, താൻ വീൽ ചെയറിൽ. പക്ഷെ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടും താൻ എഴുന്നേറ്റില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു അവനൊന്ന് ശരിയാവട്ടെ. അവൻ ശരിയാവുണ്ട് കേട്ടോ ബ്രദറെ. കർത്താവിനോട് അടുത്ത് വരണം. എഴുന്നേറ്റ് നടക്കുമെന്ന് വിശ്വസിക്കുന്നു. എഴുന്നേറ്റ് നടക്കും. ആ മകൻ്റെ മോള് ആതിര ഇവിടെ ഇല്ല. അവൾ പറഞ്ഞ പപ്പ എഴുന്നേറ്റ് നടക്കുന്നത് ഞാൻ കണ്ടു. അവൾ എങ്ങനെ കണ്ടു? ഇത് ഞാൻ കണ്ടത് ചുമ്മാ ആണെന്ന് നിങ്ങൾ പറഞ്ഞോ? വാ വൈഫിങ് വാ. അവൾ പറഞ്ഞോ ഇല്ലെന്ന് ചോദിക്കാനാ. ഞാൻ കള്ളം പറയുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വാ. കയറിക്ക്. മോള് ആതിര പറഞ്ഞോ പപ്പ എഴുന്നേറ്റ് നടക്കുന്നത് അവൾ കണ്ടെന്ന് പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് വിശ്വാസം ഉണ്ടല്ലേ എഴുന്നേറ്റ് നടക്കുമെന്ന്? നീ വിശ്വസിക്കുന്നുണ്ടോ? ചെറിയ ചില ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തെങ്കിൽ ഇതിനു മുമ്പ് എഴുന്നേറ്റ് നടക്കായിരുന്നു. ശരിയല്ലേ? ശരിയാണ്. പക്ഷെ അവരുടെ കയ്യിൽ കാശില്ല. സഹായിക്കാൻ ഞങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. പക്ഷെ നമ്മളത് ചെയ്യും. അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് നടത്തണം. വേണ്ടേ? നമുക്ക് നടക്കണം. ഹല്ലേലൂയ. നമ്മളത് ചെയ്യാൻ പോവുക. ഒരുമിച്ച് ചെയ്യും. ഞാൻ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, അപ്പാ ഞങ്ങളെ ഇങ്ങനെ നിന്നാൽ അവരെങ്ങനെയാണ് നടത്തുന്നത്? ഞങ്ങൾ എൻ്റെ ദൈവം ഒരൊക്കെ ആണെങ്കിൽ അവരും എഴുന്നേറ്റ് നിൽക്കണം. എൻ്റെ യേശുവിന് വേണ്ടി അവരും നിൽക്കണം. ദേശത്തിനു വേണ്ടി. വീൽ ചെയറിൽ ഇരുത്താനല്ല. പാപം ചെയ്തിട്ടുണ്ടാവും, വീണിട്ടുണ്ടാകാം. പക്ഷെ എൻ്റെ അപ്പൻ കൈവിടില്ല. ഇതൊക്കെ എൻ്റെ ആഗ്രഹം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ട്. എന്നാ പോയിരുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം എഴുന്നേറ്റ് നടക്കണമെന്ന്. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു എന്തോ വാഹനോ ബ്രദറെ കിട്ടിയിട്ടുള്ളത്? ഇലക്ട്രിക് വീൽ ചെയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിന് ദൈവം അത് കൊടുത്തു. ഏതായാലും നമുക്ക് പ്രാർത്ഥിക്കണം. അവരെയൊക്കെ നമുക്ക് കൊണ്ടുവരണം. ഈ ഇവിടെ വരണ ഭവനത്തിനകത്തുള്ള എല്ലാ കുറവുകളും പരിഹരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒത്തിരി പേരെ നമുക്ക് കണ്ടെത്തി അവരെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതിനെല്ലാം കർത്താവ് വാതിലുകളും വഴികളും തുറന്നാലേ പറ്റും. തുറക്കും. അതാണ് തുറക്കും. ആമേൻ. തുറക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഇതിനകത്ത് വീടുണ്ട്, പക്ഷെ വാതിലില്ല. പൂട്ടിക്കിടന്നുറങ്ങാൻ. ചന്ദ്രി എൻ്റെ ഒരു വീട് അങ്ങനാണ്. ഇപ്പം ഇട്ടു. കർത്താവ് വീടാ കൃപ തന്നു. ഞാൻ ആലോചിക്കും, കർത്താവ് വാതിലില്ലാതെ എങ്ങനെ നമ്മളെ കിടന്നുറങ്ങുമോ? ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി നിന്നു കേട്ടോ. അതുകൊണ്ട് ഒന്നും ചെയ്തില്ല. ദൈവം കൂട്ടുണ്ടായിരുന്നു. അത് തന്നെ. അങ്ങനെയൊക്കെ ജീവിക്കുന്ന സാഹചര്യത്തിലുള്ളവർ അവരെല്ലാം സഹായിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ള വ്യക്തിയാണ് ഞാൻ. എല്ലാവരെയും സഹായിക്കണം. എനിക്ക് സഹായിക്കണം. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എൻ്റെ അകത്ത് കയറാൻ വേണ്ടിയാണ്. മുമ്പേ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു ഞാൻ. മുമ്പേ ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ ആവശ്യം, എൻ്റെ ഇഷ്ടം, അങ്ങനല്ലേ നമ്മളെല്ലാം. അങ്ങനെയാണ് നമ്മുടെ മക്കൾ. ആദ്യം അവരെ കാര്യങ്ങൾ നടക്കട്ടെ. ഇപ്പം ഞാൻ പറയും ബാക്കിയുള്ളവരെ കാര്യങ്ങൾ നടക്കട്ടെ. കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ബാഗ് വാങ്ങിച്ചു കൊടുത്തില്ല. കഴിഞ്ഞ വർഷം അതിൻ്റെ അങ്ങേ വർഷം അവർക്ക് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഒരു കഴിഞ്ഞ വർഷം നോക്കിയപ്പോൾ ഇവിടെയുള്ള കുട്ടികൾക്ക്, ഇവിടെ വരുന്നവർക്കും പാവപ്പെട്ടവർക്കൊക്കെ ബാഗ് വാങ്ങി നമ്മൾ കൊടുത്തു. അപ്പോൾ അവർ ചോദിച്ചു, അമ്മേ അവർക്കെല്ലാം വാങ്ങി കൊടുക്കുന്നത് ഇളയാളാണ്, മൂത്തവൻ ഒരു പരാതിയില്ല, അവൻ എന്ത് കൊടുത്താലും കൊണ്ടുപോകും. അമ്മ അവർക്കെല്ലാം ബാഗ് വാങ്ങി കൊടുത്തിട്ട് എനിക്കൊരു ബാഗ് വാങ്ങി തന്നില്ല. ഞാൻ പറഞ്ഞു, മോളെ നമ്മൾ അവർക്ക് വാങ്ങി കൊടുത്തില്ലേ, അടുത്ത വർഷം നമുക്ക് വാങ്ങിച്ചാൽ പോരെ.
പോൾ പറഞ്ഞു ഓക്കെ മതി, പഴയ ബാഗിൽ കൊണ്ടുപോയി. ഒരു വർഷം അവർ പഴയ ബാഗിൽ കൊണ്ടുപോയി. ഇവിടെ വന്ന കുട്ടികൾക്ക് പുതിയ ബാഗ് വാങ്ങിക്കൊടുത്തു. പക്ഷെ അവർ സന്തോഷമാണ്, അത് അവർ സ്വീകരിക്കുന്നുണ്ട്. ചില കുഞ്ഞുങ്ങളാണെങ്കിൽ ബഹളം ഉണ്ടാക്കുക. അതുകൊണ്ട് ഞാൻ ഈ വർഷം അവർക്ക് അഡ്വാൻസ് ആയിട്ട് പുതിയ ബാഗ് വാങ്ങിച്ചു കൊടുത്തു. ഹാലലുയ. കഴിഞ്ഞ വർഷം അവർക്ക് കിട്ടിയില്ലല്ലോ. ഹാലലുയ. അവർക്ക് സന്തോഷമാണ്. അതിലൊന്നും പരാതിയൊന്നും അവർ ഒരിക്കലും പറയാറില്ല. ഹാലലുയ. ബുക്കില്ലെങ്കിലോ പുസ്തകം ഇല്ലെങ്കിലോ ഡ്രസ്സില്ലെങ്കിലോ പരാതി എൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞിട്ടില്ല. ഒരു ദിവസം അവൾ കരഞ്ഞിട്ടുണ്ട്. അവളുടെ ഡ്രസ്സെല്ലാം ഇറുകിയപ്പോൾ, അമ്മേ ഡ്രസ്സെല്ലാം ഇറുകാത്തൊരു ഡ്രസ്സില്ല. കാരണം അവർ വളർന്നുകൊണ്ടാവില്ല. അപ്പം എനിക്ക് സങ്കടം തോന്നി. അന്നേരം ഒന്ന് വാങ്ങിച്ചു കൊടുക്കാൻ കയ്യിൽ കാശില്ലായിരുന്നു. ഇന്ന് കർത്താവ് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാനുള്ള കാശൊക്കെ തന്നിട്ടുണ്ട്. ഹാലലുയ. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തന്നതില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും അല്ലേ? തന്നതില്ലെന്ന് പറയാൻ പറ്റില്ല. ഹാലലുയ. അതുകൊണ്ട് കർത്താവിനെ ഓർത്ത് സ്തോത്രം ചെയ്യും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഇല്ലാത്തവരെ പോയി കണ്ട് സഹായിക്കണം. ജാതി മതമൊന്നും നോക്കിയല്ല, ഇല്ലാത്തവരെ പോയി കണ്ട് അപ്പൻ്റെ സ്നേഹം കൊടുക്കണം. ചില സഹോദരിമാർ യൂട്യൂബിൽ കാണുന്നവരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, സിസ്റ്ററെ ഞങ്ങളെ ഒന്ന് സഹായിക്കാമോ, കടത്തിൻ്റെ ഭാരത്തിലാണ്, 50,000 രൂപ തന്നാൽ മതി. ഞാൻ ഓർക്കും എൻ്റെ കർത്താവേ, 50,000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ ബാങ്കിൽ അടയ്ക്കാം അല്ലേ, എനിക്ക് കൊണ്ടുപോയി. എനിക്ക് സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവരോട് ഞാൻ പറയും, സിസ്റ്ററെ തീർച്ചയായും സഹായിക്കാം, പക്ഷെ എൻ്റെ അപ്പൻ എനിക്ക് വാതിലുകൾ തുറന്നു തരണം. സഹായിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അതിനെനിക്കിപ്പോൾ കഴിയുന്നില്ല. പക്ഷെ കർത്താവ് എന്നെ നടത്തുന്നുണ്ട്. ഏറ്റവും വലിയ തെളിവ്, ആത്മഹത്യ ചെയ്യാൻ പോയ ഞാൻ ജീവനോട് നിൽക്കുന്നുള്ളതാണ്. ശരിയല്ലേ? ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ടാവുമല്ലോ. ഈ കടം, അതിൻ്റെ ബാധ്യതകൾ, ഇതൊന്നും എന്നെ പിന്നിലോട്ട് വലിക്കുന്ന ഒന്നല്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ യേശുവിന് വേണ്ടി നിൽക്കും. ഒന്നുമില്ലെങ്കിൽ എനിക്ക് ജീവൻ ഉണ്ടായാൽ മതി. ഹല്ലേലൂയ. എൻ്റെ ജീവനുണ്ടെങ്കിൽ ഞാൻ നിൽക്കും. യോബിനോട് പറഞ്ഞു, നീ എല്ലാം എടുത്തു, അവൻ്റെ ജീവൻ്റെ മേൽ തുടരുത്. അതുപോലൊരവസ്ഥയെ ഞാൻ വന്നതാണ്. എല്ലാം എടുത്തുകൊണ്ട് പോയി. എല്ലാം. കാറുണ്ടായിരുന്നു ഇവിടെ, ഇല്ല കേട്ടോ, ഇപ്പം കൊണ്ടുപോയി. അതെല്ലാം എല്ലാം കൊണ്ടുപോയി. സകലതും കൊണ്ടുപോയിട്ട് ഒന്നുമില്ലാതെ ജീവൻ വേണ്ടി ഞാനിങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവ് എന്നോട് ഇറങ്ങി വന്ന് സംസാരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ അപ്പൻ എന്നെ നടത്തുന്നു. ഹല്ലേലൂയ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടും. നടത്തിയ വിധങ്ങൾ എൻ്റെ കർത്താവ് ഇതുവരെ നിർത്തിയെങ്കിൽ ഇനി എൻ്റെ സകല ബാധ്യത തീർക്കാൻ ദൈവം മതിയായവനാണ്. കർത്താവ് വഴികൾ ഒരുക്കും, വാതിലുകൾ ഒരുക്കും. ഞാൻ ആഗ്രഹിക്കുന്നത് ദേശങ്ങളെ യേശുവിന് വേണ്ടി നേടാനാ. ഹല്ലേലൂയ. ഇതിൻ്റെ പിന്നാലെ ഞാൻ ഓടുന്നില്ല. ഞാനിത് പറയാനായിട്ടൊരു കാരണം കൂടെ ഉണ്ട്. കടക്കാരെങ്കിലും വന്ന് ആരാധനയ്ക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങൾ പേടിക്കരുത്. പേടിക്കരുത് കേട്ടോ. കുറേശ്ശെ നമ്മൾ കഴിയുന്ന പോലെയൊക്കെ തീർക്കുന്നുണ്ടെങ്കിലും ആരെങ്കിലും വന്ന് വിഷയം ഉണ്ടാക്കിയാൽ നിങ്ങൾ പേടിച്ചോടാതിരിക്കാൻ വേണ്ടിയാണ് ഈ അഡ്വാൻസ് ആയിട്ട് ഈ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ എല്ലാം ദൈവം കരുതും. നമ്മൾ ആഗ്രഹിക്കേണ്ടത് കർത്താവിന് വേണ്ടി നിൽക്കാൻ. വിഷമങ്ങൾ, ദാരിദ്ര്യങ്ങൾ, പ്രയാസങ്ങൾ, ഇതൊന്നും ഞാനിതുവരെ ആരോട് പറയാനായിട്ടൊന്നും മെനക്കെട്ടിട്ടില്ല. അതൊക്കെ എന്തിനു ചുമ്മാ പറഞ്ഞുകൊണ്ട് നടക്കുന്നു? നമ്മൾ നല്ലത് പറയാം, നല്ലത് കാണാം, നല്ലത് ആഗ്രഹിക്കാം. അപ്പൻ എനിക്ക് ചെയ്തത് നല്ലതെല്ലാം പറയാം. ഹല്ലേലൂയ. എല്ലാവരെയും യേശുവിന് വേണ്ടി നേടാം. എല്ലാവരുടെ അടുക്കലേക്ക് ആ സ്നേഹത്തെ എത്തിക്കാം. പാവപ്പെട്ടവൻ്റെ കരം പിടിച്ച് കൊണ്ടുവരാം. കുഴിയിൽ കിടക്കുന്നവനെ സഹായിക്കാം. ഉറുമ്പരിച്ച് കിടക്കുന്നവരെ രക്ഷിക്കാന്നേ. ഹല്ലേലൂയ. എല്ലാവരെയും നമുക്ക് വേണം. ഹല്ലേലൂയ. ആർക്കും വേണ്ടാത്തവരൊക്കെ വേണം. നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, പലരും വേണ്ടാന്ന് പറഞ്ഞ് തള്ളിയതൊക്കെയാണ് ഇതിനകത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അവരെയൊക്കെ എൻ്റെ യേശുവിന് വേണമെന്നേ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവ് എല്ലാവരെയും കൊണ്ടുവരും. ഹല്ലേലൂയ. ഒരു വലിയ കൂട്ടമായി ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ ശുശ്രൂഷകളൊക്കെ ഇവിടെ നിന്ന് മാറാൻ പോവുക. ഹല്ലേലൂയ. ഇവിടെ നിന്ന് മാറി മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ വ്യാപരിക്കാനായിട്ട് പോവുക. ദേശങ്ങൾ നമ്മൾ യേശുവിന് വേണ്ടി ഒന്നിച്ച് നേടാനായി പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് അടുത്ത മാസത്തിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് വരാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ പറഞ്ഞാൽ വന്നാലുണ്ടല്ലോ, നമുക്ക് വേണ്ടി ദേശത്തിന് ഒരു ഉണർവിന് വേണ്ടിയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളെയൊക്കെ സ്കൂളിൽ അയച്ചിട്ടൊക്കെ വന്നാൽ 10 മണി മുതൽ 12 മണി വരെയൊക്കെ അമ്മമാരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ദേശത്തിന് വേണ്ടി കേട്ടോ പ്രാർത്ഥിക്കാം. അപ്പോഴെല്ലാം ദൈവം അവിടെ ചലിക്കും, ഒട്ടും ഫ്രീ ആകും. അവിടെ ഇരിക്കുന്ന ബലവാനെ പിടിച്ചു കെട്ടാതെയൊന്നും നമുക്ക് ആത്മാക്കളെ നേടാനൊന്നും പറ്റില്ല. ആദ്യം അവനെ പിടിച്ചു കെട്ടുന്നതാണ് ഈ പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവം അവിടെ ചെയ്യട്ടെ. ഹല്ലേലൂയ. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യും. അഭിഷേകം ഇല്ലാത്തവര് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ നാളിൽ കേട്ടോ, പ്രാർത്ഥിച്ചേ പറ്റത്തുള്ളൂ. അറബിയാണ്. അർത്ഥം പറ.
അർത്ഥം അറിഞ്ഞൂടാ, അറബി വന്നു. ഹല്ലേലൂയ, അറബി വാക്കിനായി സ്തോത്രം. ഇപ്പം ഞാൻ പറഞ്ഞ അറബിയാണെന്ന് അങ്കിൾ അവിടെ ആയിരുന്നുണ്ട് അറിയാൻ പറ്റി കേട്ടോ. അറബി സംസാരിക്കുക, സ്തോത്രം. അപ്പോൾ ഈ അറബി അറിയാന്നുള്ള ഒരാൾ ഇവിടെ ഇരുന്നെങ്കിൽ അയാൾ ചിലപ്പോൾ ഇപ്പം രക്ഷിക്കപ്പെട്ടേനെ. ചിലപ്പോൾ അയാളോട് സംസാരിക്കുകയായിരിക്കും അല്ലേ, സംസാരിക്കുമായിരിക്കും. അതെ അതെ, ഓ എൻ്റെ കർത്താവേ സ്തോത്രം. ഇങ്ങനെയൊക്കെ സംഭവിക്കും ശരിക്കും. ഒരാൾ പറയുന്ന ഭാഷ മറ്റൊരാൾക്ക് മനസ്സിലാവുമോ? അവർക്കറിയാന്നുള്ള ഭാഷയിൽ സംസാരിക്കാൻ പറ്റുമോ? അതുകൂടെ ഒന്ന് പറഞ്ഞു തന്നിട്ട് നമുക്ക് പോവാം. സന്തോഷമാണോ അത് പറഞ്ഞു തരുന്നത്? എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 2 എടുത്തേ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം എടുത്തേ. ഒന്നാമത്തെ വാക്യം തൊട്ട് നോക്കിയിരിക്കണേ, ശ്രദ്ധിച്ചിരിക്കണേ. ഇന്ന് വലിയൊരു കാര്യം നമ്മൾ പഠിക്കാൻ പോവുക കേട്ടോ. നമുക്കിന്ന് ഫാനൊക്കെ ഉണ്ടല്ലേ, ഒരു ഫാനൂടെ ഒരാൾ തന്നിട്ടുണ്ട് കേട്ടോ. അവർക്കായി സ്തോത്രം. ഒരു നിവൃത്തിയില്ലാത്ത ഒരാളാണേ തന്നത്. സത്യം പറഞ്ഞാൽ അവരെ വീട് ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഒരു പാവപ്പെട്ട ഒരു ആൻറ്റി അവരാണ് തന്നത്. ഒരു വീട് പൂർത്തിയായിട്ടില്ല. നമുക്ക് എല്ലാം അവരുടെ വീട് പൂർത്തിയാക്കി കൊടുക്കാൻ പറ്റും തീർച്ചയായും. ഞാൻ ഒത്തിരി പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര വീട് വെച്ച് കൊടുക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ 2-ാം അധ്യായം പെന്തക്കോസ്ത് വായിക്കേ. ആ ആ ആ ഓ ആ ബാക്കി വായിക്കും, കുറച്ചുകൂടെ ഉണ്ട്. 13 വരെ വായിക്കണേ. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തർ സാമാന്യ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. എല്ലാവരും ശ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവരെല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തരും ജനിച്ച് നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് ഇങ്ങനെ. ഭക്തരും മേഖലും എരാമ്യരും മെസൊപ്പൊത്താമ്യയിലും യഹൂദയിലും കപ്പദോക്യയിലും പൊന്തോസിലും ആസ്യയിലും ഉഫോയിലും കംഫ്യൂലിലും മിസ്രയീമിലും കുറേനയ്ക്ക് ചേർന്ന ഇബ്രാ പ്രദേശങ്ങളിൽ പാർക്കുന്നവരും റോമയിൽ നിന്നും വന്ന് പാർക്കുന്നവരും യഹൂദന്മാരും യഹൂദ മതസ്നാരികളും ഗോത്രരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു. എല്ലാവരും ശ്രമിച്ചു സഞ്ചരിച്ചു ഇതെന്തായിരിക്കും എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. ഇവർ പുതുമയെ കുറിച്ചിരിക്കുന്നു എന്ന് മനുഷ്യർ അനുവദിച്ചു പറഞ്ഞു. ആമേൻ. ഇതിനകത്തുനിന്ന് നിങ്ങൾക്കത് കിട്ടിയോ ഞാൻ പറഞ്ഞ കാര്യം? ഇല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞുതരാൻ പോവുകയാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്നു. എന്താണ് ഈ പെന്തക്കോസ്ത് നാള്? എന്താണ്? 50-ാം ദിവസം. യഹൂദന്മാരുടെ ഒരു പ്രത്യേക പെരുന്നാൾ ദിവസമാണ് ഈ 50-ാം ദിവസം. അതിനെ നമ്മൾ ഫീസ്റ്റ് ഓഫ് ഹാർവസ്റ്റ് എന്ന് പറയും കേട്ടോ. ആദ്യ ഫലത്തിൻ്റെ പെരുന്നാൾ എന്ന് പറയും. നമുക്കത് കാണാൻ കഴിയുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ്. പുറപ്പാട് പുസ്തകം 23:16 ആരെങ്കിലും ഒന്ന് എടുത്തെങ്കിലും വായിക്കാം കേട്ടോ. പുറപ്പാട് 23:16. വയലിൽ വിതച്ച വിതയുടെ ആദ്യ ഫലമെടുക്കുന്ന കൊയ്ത്തു പെരുന്നാൾ മതി. വയലിൽ വിതച്ച വിതയുടെ ആദ്യ ഫലം എടുക്കുകയും അത് ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന അവരുടെ കൊയ്ത്ത് പെരുന്നാളാണ് എന്ത്? പെന്തക്കോസ്ത്. മനസ്സിലായോ? ഇനി പെന്തക്കോസ്ത് നോക്കുമ്പോൾ വേറെ പലതൊന്നും നിങ്ങൾ ചിന്തിക്കരുതേ. ഞാൻ ഈ പഴയ കാലത്ത് പെന്തക്കോസ്ത് എന്ന് കേട്ടാൽ വെള്ളയും ഇട്ട ആൾക്കാരെ എനിക്ക് ഓർമ്മ വരും. പക്ഷെ അതൊന്നുമല്ല പെന്തക്കോസ്ത്. എന്താണ് നമ്മൾ പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, സിസ്റ്റർ ഏത് ഡ്രസ്സ് ഇടണം? ഞാൻ പറയും വൃത്തിയായിട്ടുള്ള ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്. നിങ്ങൾ നടക്കുമ്പോൾ സ്മെല്ലെടുക്കരുത്. അടുത്തവർക്ക് കഴുകി വൃത്തിയാക്കി നിങ്ങൾക്കുള്ള ഡ്രസ്സ് വൃത്തിക്ക് തേച്ചൊന്ന് ഇട്ടാൽ മതി. ഏതെങ്കിലും ഡ്രസ്സ് ഇടണം, വൃത്തിയായിട്ടിടണം. മറ്റുള്ളവർ നോക്കുമ്പോൾ ഇതെന്ത് ബോറ് ഡ്രസ്സിങ് ഇങ്ങനെ പറയില്ല. നിങ്ങൾക്ക് 2 എണ്ണേ ഉള്ളൂ, അത് കഴുകി നനച്ച് നീറ്റായിട്ട് ഇട്ടാൽ മതി. എനിക്കാണെങ്കിൽ ആകെ ഈ വെള്ള ഡ്രസ്സ് 3 എണ്ണേ ഉള്ളൂ. ഞാൻ പറയും കേട്ടോ, ചിലരോട് പറയാറുണ്ട് 3 ഡ്രസ്സേ ഉള്ളൂ.
പക്ഷേ അത് തന്നെ ഞാൻ പലയിടത്തൊക്കെ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകുന്നതുകൊണ്ട് ചില സമയത്ത് എനിക്ക് ഇടണമെന്ന് വിചാരിക്കുമ്പോൾ ഈ വെള്ളം ഇടാൻ പറ്റില്ല, ഞാൻ കളറിടും അതുകൊണ്ട്. കാരണം ഇവിടെ ഉള്ള വെള്ളത്തിനൊരു കുഴപ്പമുണ്ട്. കുഴൽ കിണറിൽ ചുവന്ന കളർ വെള്ളമാണ് വരുന്നത്, അതുകൊണ്ട് അവിടെ അറിയാം. വെള്ളം ഉപയോഗിക്കുന്ന ആൾക്കറിയാം. വെള്ള തുണി കഴുകാൻ പറ്റില്ലല്ലേ, നമുക്ക് പറ്റില്ല, ചുവന്ന തുണിയായി പോകുന്നു. അപ്പം ഈ തുണിയെല്ലാം കൂടെ ഞാൻ പൊക്കിക്കൊണ്ട് അതുകൊണ്ട് അപ്പുറത്തു നിന്നാണ് വെള്ളം എടുത്ത് അവിടെയാണ് കഴുകുന്നത്, മനസ്സിലായില്ലേ? പപ്പയുടെ അടുത്തുകൊണ്ട് അവിടെ നിന്നാണ് ഞാൻ കഴുകുന്നത്. കാരണം അവിടെ ക്ലീൻ ആയിട്ടുള്ള വെള്ളം കിട്ടും. അപ്പോൾ കഴുകാൻ എനിക്ക് കഷ്ടപ്പാടാണ്. അപ്പം ഞാൻ വെള്ളം പ്രിഫർ ചെയ്യുന്നില്ല, കളറിടും. കാരണം എനിക്ക് വെള്ളം ഇഷ്ടമാണ്, ശരിക്കും പറഞ്ഞാൽ വെള്ളയാണ് ഇഷ്ടം. പക്ഷേ നമുക്ക് കഴുകാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ വലിയ പാടാണ്. ഞാൻ ചിലപ്പോൾ കർത്തമേശയൊക്കെ ഇടുമ്പോൾ എനിക്ക് വെള്ളം ഇടുമ്പോൾ എനിക്കൊരു സന്തോഷം, അതുകൊണ്ടങ്ങ് ഇടുന്നതേ ഉള്ളൂ. ഇതിനകത്ത് അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ വൃത്തിയായിട്ട് ഡ്രസ്സ് ചെയ്യണം, നമ്മളെ മറ്റൊരാൾ കാണുമ്പോൾ മോശമായ രീതിയിൽ നമ്മളെ നോക്കരുത്. ഇതെല്ലാം ഞാൻ എപ്പോഴും എൻ്റെ ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കാറുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? മോശമായിട്ട് മറ്റൊരാൾ നമ്മളെ നോക്കാൻ പാടില്ല, അവരങ്ങനെ വിലയിരുത്താൻ പാടില്ല. അതെല്ലാം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കഴിയുന്നത് നനച്ച് വൃത്തിയാക്കി ഡ്രസ്സുകൾ ഇടാറുണ്ട്. അതൊക്കെയാണ് നമ്മൾ ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളാൽ കഴിയുന്ന പോലെ കഴുകി വൃത്തിയാക്കിയൊക്കെ ഇടണം. വെള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ മുമ്പ് കാലത്ത് നമ്മൾ അമ്മമാരൊക്കെ ഉജാല മുക്കുമായിരുന്നു, ഉജാല അല്ലേ? ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടോ? ഇല്ല. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ അതൊരു ദൈവികമായ അനുഭവമാണെന്ന് വേണമെങ്കിൽ പറയാം. അതൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്, 50-ാം ദിനമാണ്. അന്ന് അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു. എവിടെ കൂടിയിരുന്നു? വായിച്ചേ, വായിച്ചോ കുഞ്ഞെ. 2:1 വായിച്ചോ. അത് ബാക്കി അവൻ കളഞ്ഞുകളെ, എല്ലാം എടുത്ത് വയ്ക്കണം. എനിക്കിവിടെ ഫാൻ ഇങ്ങനെ വീശുന്നുണ്ട്, ഇത് മറിഞ്ഞു പോകുന്നുണ്ട് ബൈബിള്. ഒന്നിച്ചു കൂടിയിരുന്നു. മുഴക്കുണ്ടായി കേട്ടോ. എത്ര പേരാണ് അവർ ഒന്നിച്ചു കൂടിയിരുന്നത് അവിടെ? എത്ര പേരാണ് അറിയെങ്കിൽ പറഞ്ഞോ. 120 പേർ ഒന്നിച്ചു കൂടിയിരുന്നു. ശിഷ്യന്മാർ മാത്രമല്ല, അതിനകത്ത് സ്ത്രീകളുണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ മറിയ ഉണ്ടായിരുന്നു. അഭിഷേകം പ്രാപിക്കാതിരുന്നതാ മറിയ കേട്ടോ. യേശുവിൻ്റെ അമ്മ മറിയ, സ്ത്രീകൾ, ശിഷ്യന്മാർ എല്ലാവരും കൂടി 120 പേർ എവിടെ ഉണ്ടായിരുന്നു? മർക്കോസിൻ്റെ മാളിക മുറിക്കകത്തുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അപ്പോസ്തല പ്രവൃത്തികൾ 1 അധ്യായം വായിച്ച് അവരുടെ കുറേ ഏകദേശം പേരുടെ പേരുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. യൂദാ പോയതുകൊണ്ട് യൂദായ്ക്ക് പകരം മത്യാസ് എന്ന് പറയുന്ന വേറൊരു ശിഷ്യനെ അവർ തിരഞ്ഞെടുത്തു. എല്ലാവരും 12 പേര് അവർ കോളമൊക്കെ തികച്ച് അങ്ങനെ പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്. കർത്താവ് അവർക്ക് 40 നാൾ പ്രത്യക്ഷനായി അവരോട് പറഞ്ഞു, ഇതാ പിതാവ് എന്ത് അയക്കാൻ പോവുകയാണ്? പരിശുദ്ധാത്മാവിനെ അയക്കാൻ പോകുന്നു, അത് നിങ്ങൾ പ്രാപിക്കണം. അവരങ്ങനെ കാത്തിരിക്കുകയാണ്. 50-ാം നാൾ, 40 ദിവസം കർത്താവ് പ്രത്യക്ഷമായി. 50-ാം നാൾ എന്ന് പറയുമ്പോൾ അതിനിടയിൽ എത്ര ദിവസമുണ്ട്? 10 ദിവസം അവരിരുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുക, ആ വാഗ്ദത്വം പ്രാപിക്കാനായിട്ട്. അവരെന്ത് ചെയ്ത് കാണും? അന്യഭാഷയൊന്നും അവർക്കില്ലല്ലോ, പ്രാർത്ഥിച്ചു കാണും അല്ലേ? പ്രാർത്ഥിച്ചു കാണും, പ്രാർത്ഥിച്ചു കാണും. ബുദ്ധിയിലായിരിക്കും അവർ പ്രാർത്ഥിച്ചത്. എല്ലാവരും കൂടിയിരുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ 50-ാം നാൾ എന്ത് സംഭവിച്ചു? ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ, ഓൺ ദ ഡേ ഓഫ് പെന്തക്കോസ്റ്റ് വാസ് ബീങ് ഫുൾഫിൽഡ്, all disciples were gathered in one place. Suddenly they heard the sound of a violent blast of wind rushing into the house from out of the heavenly realm. Hallelujah. അപ്പോൾ നമ്മൾ ഈ ആകാശത്ത് നിന്ന് നമ്മൾ ഈ ബൈബിളിൽ മലയാള ബൈബിളിൽ വായിക്കുമ്പോൾ നമ്മൾ ഈ ആകാശം ഇതാണ് ചിന്തിക്കുന്നത്, ഈ മേഘങ്ങൾ ഓടുന്ന അതല്ല. ഹെവൻലി റലത്തിൽ നിന്ന്, അതാ ഞാൻ ഈ പറയുന്ന സ്പിരിച്വൽ റലം കേട്ടോ. ഞാൻ എപ്പോഴും പറയില്ലേ, ആത്മലോകം, അവിടെ നിന്നൊരു കാറ്റടിക്കുക, മനസ്സിലായോ? അത് ഇവിടെ ഉള്ള ഒരു കാറ്റല്ലത്. ഇതെല്ലാ വിശ്വാസികളും മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? നമ്മൾ ഈ കാറ്റ് മഴയൊക്കെ വരുമ്പോൾ തെങ്ങും ഇതൊക്കെ ചലിക്കുമല്ലോ, അങ്ങനെ ഒരു കാറ്റാണെന്ന്. ആ കാറ്റല്ല കേട്ടോ, ആ കാറ്റല്ല. ഇത് പിന്നെ ഏത് കാറ്റാണ്? സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഒരു കാറ്റ് ആ വീട് മുഴുവനും നിറയ്ക്കുക. ഹല്ലേലൂയ. അവർ കൂടിയിരുന്ന വീട് മുഴുവൻ നിറയ്ക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രതീക്ഷിച്ച് എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ ഒറ്റയ്ക്കായാലും നിങ്ങളെ ആ കാറ്റ് വന്ന് ചുറ്റും. ആ കാറ്റ് നിങ്ങളെ വന്ന് ഹഗ് ചെയ്യും. ഹല്ലേലൂയ. ആ കാറ്റ് നിങ്ങളുടെ മേൽ വീശും. ഹല്ലേലൂയ. അടുത്തെന്താ സംഭവിക്കുന്നത് നോക്കിക്കോണേ. വിൻഡ് വന്നു, അത് വളരെ ശബ്ദത്തോടു കൂടിയാണ് വന്നത്. വളരെ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു കാറ്റായിരുന്നു വന്നു. അടുത്ത വാക്യം വായിച്ചേ. പിന്നെ എന്താണ് സംഭവിച്ചത്? അവരിരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. പറ, വീട് നിറയുമെന്ന് പറ. ആത്മാവ് വന്നാൽ വീട് നിറയുമെന്ന് പറ. ആത്മാവ് വന്നാൽ എൻ്റെ വീട് നിറയും. ഹല്ലേലൂയ, സ്തോത്രം. വീട് നിറച്ചു. അഗ്നി ജ്വാല പോലെ പിളർന്നിരുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അതിൽ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാവും. ഞാൻ ഇംഗ്ലീഷ് വായിച്ചു തരാൻ പോവുകയാണ്.
ഇവിടെ ഇരിക്കുന്നവരെ ഇംഗ്ലീഷ് കൂടെ പഠിപ്പിച്ചിട്ടേ വിടൂ. മലയാളം പോലും അറിഞ്ഞൂടെ, ഞാൻ ഇംഗ്ലീഷ് കൂടെ പഠിപ്പിക്കുക, ഇനി അടുത്ത് ഹിന്ദി പഠിപ്പിക്കുന്നതായിരിക്കും. ദെൻ ആൾ അറ്റ് ഓൺസ് എ പില്ലർ ഓഫ് ഫയർ അപ്പിയർഡ് ബിഫോർ ദെയർ ഐസ്. എന്താണ് വന്നത്? പില്ലർ, ഒരു ഫയറിൻ്റെ പില്ലർ. എവിടെ നിന്ന് ഇറങ്ങി വന്നു? സ്വർഗത്തിൽ നിന്ന്. ഹല്ലേലൂയ. പില്ലർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ നിങ്ങൾക്ക് ഒരു തൂണ് കാണും. തൂണ് മെടുക്കൻ തൂണ്. അപ്പോൾ നമ്മളെല്ലാം ഈ റൗണ്ടിലുള്ള തൂണ് എന്നെ കാണരുത്. പില്ലർ എന്ന് പറഞ്ഞാൽ ഒരു ചതുരക്കട്ട പോലെ ഇങ്ങനെ ഇറങ്ങി വന്നൂടെ? വരാമല്ലോ അല്ലേ? വരാം. അപ്പോൾ ഒരു പില്ലർ പോലെ അവരെ നടുവിലേക്ക് ഇറങ്ങി വന്നു. ചില ബൈബിൾ ട്രാൻസ്ലേഷൻ ഒരു തീ കട്ട പോലെ, ഒരു ഗോളം പോലെ ഒന്ന് ഇറങ്ങി വന്നു, അങ്ങനെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്തായാലും ഒരു അഗ്നിയുടെ വലിയ തൂണ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി. നിങ്ങൾക്ക് ഏലിയാവിൻ്റെ യാഗപീഠത്തിൽ തീ ഇറങ്ങിയ കാര്യം അറിയാമോ? അറിയാമോ? അതിപ്പോൾ ഇവിടെ പറയുന്നില്ല. അതെവിടെ നിന്ന് വന്നാണ് ആ തീ? ഏലിയാവ് യാഗപീഠം, സ്വർഗത്തിൽ നിന്ന് വന്ന തീ. ഹല്ലേലൂയ. അപ്പോൾ ഓക്കെ, ഇവിടെ ഒരു തീ ഇറങ്ങുകയാണ്. പക്ഷെ ഇവരെല്ലാം ഇത് കണ്ടോ? കണ്ടല്ലേ? കണ്ടതുകൊണ്ടല്ലേ എഴുതിയത് തീ വന്നെന്ന്. കാണാതെ ഇവിടെ തീ വന്നെന്ന് എങ്ങനെ എഴുതി വെക്കാൻ പറ്റും അല്ലേ? അവരത് കണ്ടു. കണ്ണ് അന്നേരം അങ്ങ് തുറന്നു. ഹല്ലേലൂയ. അവർ കണ്ടു, തീ ഇറങ്ങി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തെന്നാണ് പറയുന്നത്? പില്ലർ ഓഫ് ഫയർ അപ്പിയർഡ് ബിഫോർ ദെയർ ഐസ്. ഇറ്റ് സെപ്പറേറ്റഡ് ഇൻടു ടങ്സ് ഓഫ് ഫയർ. പിന്നെ അതെന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. അവിടെ നിന്ന് ഈ വന്ന ഈ അഗ്നിയുടെ ആ ഒരു പില്ലറിൽ നിന്നും ഇത് സെപ്പറേറ്റ് ചെയ്തു, ഓരോരോ അഗ്നി നാവായിട്ട്. എന്നിട്ട് എന്ത് ചെയ്തു? ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. പറ, ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. ഓരോരുത്തർക്ക് സെപ്പറേറ്റ് അഭിഷേകമാണെന്ന് പറ. എല്ലാവർക്കും ഒന്നല്ല, വേറെ വേറെ ഭാഷകൾ സംസാരിക്കാനുള്ള അഭിഷേകം. എല്ലാവർക്കും കൂടെ ഒരു തീയല്ല വന്ന് പതിഞ്ഞത്. എല്ലാവരും വിചാരിക്കുന്നത് എങ്ങനെ? ഒരു തീ ഇങ്ങോട്ട് വന്നു, ആ തീ എല്ലാവർക്കും കൂടെ കിട്ടി. അങ്ങനല്ല, സെപ്പറേറ്റ് അഭിഷേകം. ഇതിനകത്ത് അപ്പോസ്തലന്റെ അഭിഷേകം, ഇതിനകത്ത് പ്രവാചകന്റെ അഭിഷേകം, ഇതിനകത്ത് സുവിശേഷകന്റെ അഭിഷേകം. ഹല്ലേലൂയ. ഇതിനകത്ത് ഉപദേഷ്ടാവിന്റെ അഭിഷേകം. നീ ഏതൊക്കെ പിടിക്കാൻ തയ്യാറാണോ അതൊക്കെ കിട്ടും. ഹല്ലേലൂയ. ഒരിക്കലും ഒരു ശുശ്രൂഷകൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കേ, അന്നേരം അദ്ദേഹം പറയുകയാണ്, ദൈവം മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. പ്രസംഗിക്കുക കേട്ടോ. ഈ ക്രിക്കറ്റിൽ ഫീൽഡിങ്ങും ബാറ്റിങ്ങും, പിന്നെ എന്താണ് ക്രിക്കറ്റ് കാണുന്നവർ പറ, ബോളിങ്ങും പിന്നെ കീപ്പിങ്, ഇതെല്ലാം ചെയ്യുന്നവരുണ്ടല്ലേ ചില ആൾക്കാർ, അതെല്ലാം ചെയ്യുന്നവരില്ലേ. അതുപോലെ മൾട്ടി സ്കില്ലുള്ളവരെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ആര് തയ്യാറാണെന്ന് ചോദിച്ചു. ഞാൻ അങ്ങോട്ട് ചാടി എഴുന്നേറ്റു. കർത്താവ് എനിക്കിഷ്ടമാണ്. എന്താണെന്നൊന്നും അറിയില്ല, ഇതങ്ങ് ആവേശമല്ലേ നമുക്ക്. ഞാനങ്ങ് ചാടി എഴുന്നേറ്റു. അപ്പോൾ പിന്നെ ചോദ്യമായി, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? എനിക്ക് ആരാധിക്കണം. എന്തൊക്കെ ചെയ്യണം? എനിക്ക് കർത്താവിനെ ആരാധിക്കണം, എനിക്ക് ഉപദേശിക്കണം, എനിക്ക് സുവിശേഷം പ്രസംഗിക്കണം, എനിക്ക് പ്രവാചകനായിട്ട് തീരണം. ഇത്രയും കാര്യങ്ങൾ എനിക്കങ്ങ് തരണം. ഞാൻ എൻ്റെ ആഗ്രഹം അങ്ങ് പറഞ്ഞത് കേട്ടോ. എങ്ങനെയോ ആയിക്കോട്ടെ, ഞാനിന്ന് ഇതെല്ലാം ചെയ്യുന്നുണ്ട്. സ്തോത്രം. പാട്ടിന് കർത്താവ് പാട്ട് തരുന്നുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ആഗ്രഹത്തെ കർത്താവ് മാനിച്ചു. ഇനി ഉപദേശിക്കണമെങ്കിൽ അതുപോലെ ഉപദേശം തരുന്നുണ്ട്. ഇനി സുവിശേഷമാണെങ്കിൽ സുവിശേഷം പ്രസംഗിക്കാൻ കഴിയുന്നുണ്ട്. ഇനി അത്യാവശ്യം ആരോടെങ്കിലും ദൈവത്തിന് സംസാരിക്കണമെങ്കിൽ ദൈവം എന്നിലൂടെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഞാനൊരു സംഭവമാണെന്ന് പറയാൻ വേണ്ടി പറയുന്നില്ല. കർത്താവ് എൻ്റെ ആഗ്രഹത്തെ മാനിച്ചു. മൾട്ടിപ്പിൾ അഭിഷേകം കൊണ്ട് കർത്താവ് എന്നെ നിറച്ചു. ആ തീയെ നിങ്ങൾ സ്വീകരിക്കുന്നത്, ആ അഭിഷേകത്തെ നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്നത്, ഒന്ന് മതി കർത്താവേ, എന്നാൽ നീ ഒന്നും കൊണ്ട് വയ്ക്കണം. ഒന്ന് മതിയെങ്കിൽ ഒന്ന് മതിയെന്നേ. എനിക്കതൊന്നും പോരാ. ഞാൻ കർത്താവിനോട് പറയണം, അപ്പ ഇനിയും നിറയ്ക്കുക അങ്ങയുടെ അഭിഷേകത്താൽ, ഇനിയും നിറയ്ക്കുക, ദേശങ്ങൾ കീഴടക്കാനുള്ള അഭിഷേകത്താൽ നിറയ്ക്കുക, ദേശശക്തികളെ പിടിച്ചുകെട്ടാനുള്ള അഭിഷേകത്താൽ നിറയ്ക്കുക, മദ്യപാനത്തിനും മയക്കുമരുന്നിലും കിടക്കുന്ന യുവാക്കളെ യുവതികളെ രക്ഷിക്കാൻ അഭിഷേകം നിറയ്ക്കപ്പാ. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. ഹല്ലേലൂയ. കാരണം എനിക്കിതൊന്നും മതിയായെന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. ഹല്ലേലൂയ. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് പഠിക്കട്ടെ. ദാഹം അങ്ങനെ ഇങ്ങനെയൊന്നും ശമിക്കുന്നതല്ല നമുക്ക്. ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാഹം എന്ന് പറയാം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഓരോരോ അഗ്നിനാളങ്ങൾ എല്ലാവരിലേക്കും സെപ്പറേറ്റ് ചെയ്ത്, അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പതിഞ്ഞു. നിങ്ങളത് ആത്മാവിൽ കണ്ടോ? ഇപ്പോഴും ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പിക്ചറായിട്ട് കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? 120 പേരിലേക്കും 120 അഗ്നിനാവുകൾ പോയി പതിഞ്ഞു. അന്നേരം എന്ത് സംഭവിച്ചു? വായിക്കേ. എല്ലാവരും എന്ത് നിറഞ്ഞെന്നപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നിറയുന്നതിന് മുമ്പ് ഒരു തീ കൊണ്ടൊരു തൊടിയിലുണ്ടോ? ഉണ്ടല്ലേ? ഉണ്ട്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പിന്നെ ആത്മാവ് ഉച്ചരിക്കാൻ നൽകിയെന്ന്. ചേടാ, നിങ്ങൾക്ക് മനസ്സിലായോ? അത്
അതുവരെ അവർ ഉച്ചരിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാരിച്ചല്ലേ. അപ്പൊ അതുവരെ അവർ സംസാരിച്ചുകൊണ്ടിരുന്ന അല്ല അപ്പോൾ അവർ സംസാരിക്കുന്നത്. പെട്ടെന്ന് എന്ത് പറ്റി അവർക്ക്? അങ്കിളിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി ഇവിടെ ഇരുന്നപ്പോൾ അല്ലേ, പ്രാർത്ഥിച്ച് ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ശക്തി വന്നിട്ട് വേറെ പറയുക അല്ലേ, ഉച്ചരിക്കാനായിട്ട് വേറെ എന്തോ പ്രേരിപ്പിച്ചു. അപ്പോൾ ശരിയല്ലേ? അപ്പൊ ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോൾ നമുക്ക് കാണുന്നത് Holy Spirit and they were inspired to speak in tongues, empowered by the Spirit to speak in languages they had never learned. അതുവരെ പഠിച്ചിട്ടില്ലാത്ത, ഇപ്പോൾ ഈ അറബി വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം പറഞ്ഞത്. മനസ്സിലായി? അറബി എൻ്റെ വായുടെ വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അതുവരെ അവർ പഠിച്ചിട്ടില്ലാത്ത ഭാഷകളിൽ സംസാരിക്കാൻ അതവരെ എംപവർ ചെയ്തു എന്നാണ് പറയുന്നത്. എംപവർ മീനിങ് എന്തുവാ ശ്യാമ? പറഞ്ഞാട്ടെ കുഞ്ഞ്, മലയാളം പറ. എംപവർ ശക്തീകരിക്കുക, ശക്തിപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിക്കുക അല്ലേ, ഒരു ഫോഴ്സ് ഉള്ളിൽ നിന്ന് ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? അതല്ലേ ശരിക്കും മീനിങ്. അപ്പോൾ അങ്ങനെ ഒരു ഫോഴ്സ് അവർക്ക് പെട്ടെന്ന് ഉണ്ടാവുകയാണ്. പെട്ടെന്ന്, ഇതെല്ലാം പെട്ടെന്നാണ് നടക്കുന്നത്. എപ്പോൾ കിട്ടുമെന്നൊന്ന് ചോദിച്ചാൽ എനിക്ക് കണ്ടുകൂടാ. ചിലപ്പോൾ ഇപ്പോൾ കിട്ടുമായിരിക്കും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിലേക്ക് അഗ്നി കത്തുമായിരിക്കും. ഹല്ലേലൂയ. ചില സമയത്ത് ഞാൻ കാണാറുണ്ട്, ഓപ്പൺ വിഷൻസ് ഐ ക്യാൻ സീ ദ ഫയർ ബോൾസ് മൂവിങ്. ആര് സ്വീകരിക്കോ ടക്ക് അവരെ പിടിച്ചെടുക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നലെ ഞാനിവിടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇന്നലെ കുറച്ച് പേരെ ഉണ്ടായിരുന്നു. ഇന്നലെ വർഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഫയർ ബോൾസ് പോലെ മൂവ് ചെയ്യുന്നത് ഞാൻ കണ്ടു ആത്മാവിൽ. ഹല്ലേലൂയ. അതിപ്പോൾ ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങളത് സ്വീകരിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കും, ആ അഗ്നി. അപ്പോൾ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനാൽ എംപവർ ചെയ്യപ്പെട്ടിട്ടാണ് നമ്മൾ ഈ അന്യഭാഷ സംസാരിക്കുന്നത്. അല്ലാതെ ഞാൻ അങ്ങോട്ട് പോയിട്ട് ആരെങ്കിലും കോപ്പി അടിച്ച് അവരിതാണ് പറയുന്നത് പറയും. എൻ്റെ അന്യഭാഷയുമായിട്ട് ഒരു ബന്ധമില്ല എൻ്റെ മോൻ പറയുന്നതിന്. അവൻ്റെ അന്യഭാഷ കേൾക്കുമ്പോൾ തീ വന്നടിക്കുന്ന പോലും, അതുപോലുള്ള അന്യഭാഷ. അവൻ ഒരിക്കലും വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ മേൽ ഇറങ്ങി വന്നതാണ്. മനസ്സിലായോ? അത് എപ്പോഴാണ് എനിക്ക് മനസ്സിലായെന്ന് ചോദിച്ചാൽ അവനിത് പറയുന്നില്ലല്ലോ, കൊച്ചുകുട്ടികളല്ലേ. അവന് എനിക്ക് തോന്നുന്നു ഒരു 7-8 വയസ്സൊക്കെ കാണും. അന്ന് ഒരു ദിവസം എന്ത് പറ്റിയെന്ന് വെച്ചാൽ കോഴിയുണ്ട് ഇവിടെ. കാട്ടുപൂച്ച, അറിയാമല്ലോ ആ സാധനത്തിനെ. പൂച്ചയുടെ കണക്കിരിക്കും, പക്ഷേ ഈ കോഴിയൊക്കെ വന്നത് തിന്നുകളയും, പച്ച ഇറച്ചി തിന്നുന്ന സാധനം. ഇത് വന്ന് ഈ കോഴിയെ പിടിച്ചുകൊണ്ട് പോയി. ഇവൻ സ്നേഹിച്ചിരുന്ന ഒരു കോഴിയെ കണ്ട. അന്നേരം ഞാൻ പറഞ്ഞു, മക്കളെ നമുക്കിനി ഇത് വരാതെ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. മോള് കുഞ്ഞാണ്, അവനങ്ങാണ്ട് 7 വയസ്സ്, 7-8 വയസ്സ് എനിക്ക് തോന്നുന്നു അന്നേരം ഉള്ളൂ. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അന്ന് ടങ്സ് ഒക്കെ പ്രാപിച്ചാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചോളൂ. ഇവൻ ഇതിനു മുമ്പേ കിട്ടിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അന്നാണ് അത് വെളിപ്പെട്ടത്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു യേശുവിൻ്റെ നാമത്തിൽ. നമുക്കങ്ങനെ എന്ത് വന്നാലും എനിക്ക് പ്രാർത്ഥിക്കാനേ അറിയാമോ. അതുകൊണ്ട് ഇനി ഈ കോഴിയെ പിടിക്കാനായിട്ട് ഈ സാധനം അകത്ത് വന്ന് കയറരുത്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവന് വലിയ വിഷമമായി. അവനങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അവനങ്ങ് ടങ്സ് പറയാൻ തുടങ്ങി. എൻ്റെ ദൈവമേ, അപ്പുറത്തുനിന്ന് ഡാഡി ഓടി വന്നു. ഡാഡിക്ക് ഓർമ്മയുണ്ടോ ഡാഡി വന്നത്? ഡാഡി ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഇതെല്ലാം സത്യമായിട്ടുള്ള കാര്യം. ഡാഡി അപ്പുറത്തുനിന്ന് ഓടി വന്നു. ഇവൻ എപ്പോൾ അന്യഭാഷ കിട്ടി? അവങ്ങ് ശബ്ദത്തിലങ്ങ് അന്യഭാഷ കീറി അങ്ങ് പ്രാർത്ഥിക്കുക. ഞാൻ അന്തപ്പെട്ട് ഇവൻ എപ്പോൾ കിട്ടിയത്? ഇത് എപ്പോൾ കിട്ടുമെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ടങ്സിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് അവൻ്റെ ടങ്സ്. ഞാൻ പറയുന്നതായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല. അവനിപ്പോൾ ഏത് ഭാഷ പറയുന്നത് ആ ഭാഷ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് ഭൂമിയിലുള്ള ഭാഷയാവാം, സ്വർഗത്തിലുള്ള ഭാഷയാവാം, ദൂതന്മാരുടെ ഭാഷയാവാം. ദൂതന്മാർക്ക് തന്നെ പല കാറ്റഗറി ഉണ്ട്. അവരുടെ ഏതെങ്കിലും ഒരു കാറ്റഗറിയിലുള്ളവരുടെ ഭാഷയാവാം. നമുക്കൊന്നും അത് അറിയാൻ പറ്റില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള അഭിഷേകം നമുക്ക് വേണം. എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും കേട്ടോ, ചേട്ടൻ പറയും, വ്യത്യസ്തമായൊരു ശുശ്രൂഷ തരണേ. ഞാനിപ്പോൾ ചോദിക്കും, വ്യത്യസ്തം എന്ന് പറഞ്ഞതാ കണ്ടില്ലേ? ഒരിടത്തും ഇല്ലാത്ത പോലെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. അങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥനകൾക്കായിട്ട് സ്തോത്രം. കർത്താവ് അങ്ങ് വ്യത്യസ്തമായിട്ട് അങ്ങ് ഏൽപ്പിക്കുക. ഹല്ലേലൂയ. നമ്മൾ ആരും ചെയ്യാത്തൊരു ശുശ്രൂഷ തരണേ. അതാ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്, ആരും ചെയ്യാത്ത ശുശ്രൂഷ. അപ്പോൾ കർത്താവ് അങ്ങ് ഏൽപ്പിക്കും. നിങ്ങളുടെ ആഗ്രഹം കർത്താവ് കാണും കേട്ടോ. ഈ ലോകത്തിലുള്ള എന്തെങ്കിലും തരണേന്നല്ലല്ലോ നമ്മൾ ചോദിക്കുന്നേ. കർത്താവേ അങ്ങേ സേവിപ്പാൻ ചിലതെൻ്റെ കയ്യിൽ തരണേ. കഴിഞ്ഞ ആഴ്ച ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ചില പുതിയത് തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. പുതിയ എന്തൊക്കെയോ കർത്താവ് തന്നു, എനിക്കറിയാൻ പാടില്ല, അത് വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. ചില പുതിയ അഭിഷേകം, ചില പുതിയ ഭാഷകൾ, ചില പുതിയ കൃപാവരങ്ങൾ, ചില പുതിയ വെളിപ്പാടുകൾ അപ്പാ എന്നിലേക്ക് നിറയ്ക്ക്. ഹല്ലേലൂയ. അങ്ങനെ ഒരു ആഗ്രഹത്തോടെ നമ്മൾ ഇരുന്നാൽ ദൈവം നമ്മളെ നിറയ്ക്കും. ഹല്ലേലൂയ. എന്നാൽ പിശാചിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറേ പ്രശ്നങ്ങൾ അങ്ങോട്ട് കുടുംബത്തിനകത്തുണ്ടാക്കും. എൻ്റെ ദൈവം, നിങ്ങൾ ശ്രദ്ധിച്ചോളേ. കുടുംബം
ഭാര്യയും ഭർത്താവിനും തമ്മിൽ, മക്കളും അപ്പനും തമ്മിൽ നിസ്സാര കാര്യമായിരിക്കും. നിസ്സാരം, ഒരു അഞ്ച് പൈസയ്ക്ക് പ്രയോജനമില്ലെന്ന് നമ്മൾ പറയില്ലേ, അതുപോലത്തെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് ഇവൻ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മനസ്സിൻ്റെ കംപ്ലീറ്റ് സമാധാനം. അപ്പം എന്ത് ചെയ്യും? നമ്മൾ പ്രാർത്ഥനയും പോയി, ആരാധനയും പോയി, നമ്മൾ അന്യഭാഷ അതുവഴി പോയി. വളരെ ശ്രദ്ധിക്കണം. ഭവനത്തിലൊന്നും നമ്മൾ കാരണം, അവരിപ്പോൾ ഇവിടെ ഇരിക്കാത്തവരെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ കാരണം, നമ്മുടെ ഒരു വാക്ക് കാരണം അവിടെ ഒരു വഴക്ക് ഉണ്ടാകല്ലേ. നമ്മൾ കാരണം ഉണ്ടാവല്ലേ കേട്ടോ ബ്രദറെ. ബ്രദർ കാരണം ഉണ്ടാകല്ലേ, സിസ്റ്റർ കാരണം ഉണ്ടാവല്ലേ. ഹല്ലേലൂയ. ഞാൻ കുടുംബമായിട്ട് നിൽക്കുന്ന ആളാണ്, പക്ഷെ ഞാനിവിടെ ശുശ്രൂഷിക്കുന്നെങ്കിലും എല്ലാത്തിൻ്റെയും ഹെഡാക്കി ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? അദ്ദേഹത്തിൻ്റെ താഴെ നിന്ന് ശുശ്രൂഷിക്കാനാണ് എനിക്കിഷ്ടം. എപ്പോഴും അങ്ങനെയാണ് ഇഷ്ടം, എപ്പോഴും അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ ഒരിടത്ത് ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ ഞാൻ തനിയെ പോവില്ല, അങ്ങനെ ഇതുവരെ പോയിട്ടുമില്ല. ഹസ്ബൻഡിനെ കൂടെ കൊണ്ടേ പോകും. അങ്ങനെയാണ് നമ്മൾ, അങ്ങനെ ആവണം. എത്ര മോശമുള്ള ആളായിക്കോട്ടെ, എത്ര നല്ല ആളായിക്കോട്ടെ, നമ്മൾ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. ഹസ്ബൻഡ് എന്ത് ചെയ്യണം? ഭാര്യയെ സ്നേഹിക്കണം. തൻ്റെ ശരീരത്തെ പോലെ ഭാര്യയെ സ്നേഹിക്കണം എന്നാണ് പറയുന്നത്. നമ്മളെ സ്നേഹിക്കുന്ന പോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യ എന്ത് ചെയ്യണം? ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. അപ്പോൾ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ അന്യോന്യം എന്ത് ചെയ്യണം? പരിഹരിക്കുന്നവരായിരിക്കണം. ഇപ്പോൾ ഹസ്ബൻഡാണ് ഇപ്പോൾ കടഭാരത്തിൽ അകപ്പെട്ടു പോയതെന്ന് ഇരിക്കട്ടെ, ഞാൻ അദ്ദേഹത്തോട് പറയാണ്, നിങ്ങളാണ് ഈ കടമെല്ലാം ഉണ്ടാക്കി വെച്ചത്, ഒറ്റയ്ക്ക് തീർത്തോ? അങ്ങനെയാണ്? അല്ല. ഞാൻ പറയും എൻ്റെ കടം ഞാൻ പറയും. അങ്ങനെ ആയിരിക്കണം. ഒരു വിഷമം ഇങ്ങോട്ട് ഹസ്ബൻഡിന് വരുമ്പോൾ നമ്മൾ ഹസ്ബൻഡിനെ തള്ളിക്കളയരുത്. ഒരു വിഷമം ഭാര്യയ്ക്ക് വരുമ്പോൾ, നീ കാരണമല്ലേ ഇതെല്ലാം ഉണ്ടായത്, അനുഭവിച്ചോ. എന്താണെന്ന് നിങ്ങൾ ഒരു ശരീരം, നീ എന്ന് ഇങ്ങനെ വിരലി കൊണ്ടുപോ, ബാക്കി 4 വിരൽ ഇങ്ങോട്ടായിരിക്കുന്നതെന്ന് മറന്നുപോല്ലേ. ഇതങ്ങനെയാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പങ്കാളിക്ക് ഒരു വിഷയം ഉണ്ടായാൽ നമ്മുടെ കൂടെ ആയിട്ട് നമ്മളത് ഏറ്റെടുക്കണം. അപ്പനും അമ്മയ്ക്കും വിഷയം ഉണ്ടായാൽ നമ്മുടെ വിഷയമാണ്. മക്കൾക്കൊരു വിഷയം ഉണ്ടായാൽ അത് നമ്മുടെ കൂടെയാണ്, അല്ലേ? നമ്മൾ കൂടെ നിന്ന് നമുക്ക് പരിഹരിക്കാമെന്ന് പറയണം. നമുക്ക് പരിഹരിക്കാം, നമുക്ക് ശരിയാക്കാം. ധൈര്യപ്പെട്. എത്ര പേർ പറയും ധൈര്യമായിരിക്കുക, യേശു എന്നോട് കൂടെ ഉണ്ട് കേട്ടോ ബ്രദറെ. ഒരു പ്രശ്നം വരുമ്പോൾ വഴക്ക് കൂടല്ലേ കേട്ടോ, ബഹളം ഉണ്ടാക്കല്ലേ, പരസ്പരം ധൈര്യപ്പെടുത്തണം. സിസ്റ്റർ കേട്ടോ, സ്നേഹത്തോടെ പറയുന്നതല്ലേ, ദേഷ്യത്തോട് വല്ലതും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ പിണങ്ങല്ലേ. ഹല്ലേലൂയ. ഇവർ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങും, അതുകൊണ്ടാണ് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചുമ്മാതാ, സ്നേഹം കൂടുമ്പോൾ ഒരു പിണക്കം. പിണങ്ങല്ലേ. കർത്താവ് പറയണം അങ്ങോട്ടും ഇങ്ങോട്ടും, ഭാരപ്പെടണ്ട, യേശു നമ്മുടെ കൂടെ ഉണ്ടെന്നേ. കൂടെ ഉണ്ട്, എല്ലാം ശരിയാവുമെന്ന് പറ. ഹല്ലേലൂയ. കട ആണോ തീരുമെന്ന് പറ. കൂടെ നിൽക്ക്, തോളോട് തോള് ചേർന്ന് നിൽക്ക്, അവരെ സപ്പോർട്ട് ചെയ്യ്. ഹല്ലേലൂയ. അല്ലാതെ തീ കത്തുമ്പോൾ മണ്ണെണ്ണ ഒഴിക്കല്ലേ. അത് ആളിക്കത്തും. ചിലരങ്ങനെയാ, തീ കത്തിക്കൊണ്ടിരിക്കുന്നതാണ്ട കുറേ മണ്ണെണ്ണോടെ എടുത്ത് ഒഴിച്ചു കൊടുക്കും. ഒഴിക്കല്ലേ, അങ്ങനെ ചെയ്യല്ലേ. സൈലൻ്റ് ആവേണ്ട ഇടങ്ങളിൽ മിണ്ടാതിരിക്കുക. നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണോ? മിണ്ടാതിരുന്ന് കേൾക്ക്. കർത്താവിനോട് പറ, അപ്പാ അങ്ങ് അറിയുന്നതിനായി നന്ദി. നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോന്നേ അവരെന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞു? ഒന്നുമില്ല. എൻ്റെ അകത്ത് ആത്മാവ് വന്നതിന് ശേഷം അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ ഞാൻ പഠിച്ചു. അത് ദൈവം എന്നെ പഠിപ്പിച്ചത്. സൈലൻ്റ് ആവേണ്ട അടുത്ത് സൈലൻ്റ് ആവും. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റ് വരില്ലേ, എൻ്റെ ഭാഗത്ത് വരില്ലേ, ഞാനെല്ലാം പൂർത്തിയായി, അങ്ങനെയൊന്നുമല്ല, വരും. പരസ്പരം കെയർ ചെയ്യാൻ, പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാൻ, പരസ്പരം കുറവുകളെ ക്ഷമിക്കാൻ നമുക്ക് കഴിയട്ടെ. അവിടെയാണ് സ്നേഹം. എല്ലാം പറഞ്ഞില്ല, ഞാൻ പിന്നീട് സംഭവിച്ച കാര്യം അടുത്ത ആഴ്ച പറയുന്നതാണ്. അത് വലിയൊരു സംഭവമാണ്, എല്ലാവരും വരണം. പറയാൻ പോവുക എങ്ങനെയാണ് ഇതിപ്പോൾ സമയം ലേറ്റായി പോകുന്നത് നിർത്തുക. എങ്ങനെയാണ് അടുത്ത് നിന്നവർക്ക് ഈ ഭാഷ മനസ്സിലായതെന്ന് പറയാൻ പോയി. ഇപ്പം നമ്മൾ പറഞ്ഞത് നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ഭാഷയിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങും എന്നുള്ള കാര്യം. അതെങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ലാംഗ്വേജ്, മനസ്സിലാവുന്നുണ്ടോ? അത് എന്തെങ്കിലും അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അതൊരു ഭാഷയാകുന്നു, ഒരു ലാംഗ്വേജാണ്. ഞാൻ എപ്പോഴും പറയും. ഹല്ലേലൂയ. നമ്മൾ കോപ്പി അടിച്ചൊന്നും പറയാൻ നോക്കല്ലേ. എന്ത് ചെയ്യണം? നമ്മൾ പുതിയൊരു ലാംഗ്വേജിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ എത്ര പേര് ഇന്ന് മുതൽ ഒരു പുതിയ ലാംഗ്വേജിന് വേണ്ടി പ്രാർത്ഥിക്കും, പുതിയ ഭാഷയ്ക്ക് വേണ്ടി? ആമേൻ. ഈ കരം പൊക്കിയവരെയൊക്കെ ദൈവം നിറക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകും കേട്ടോ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. എല്ലാവർക്കും നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ, പ്രാർത്ഥിച്ച് നമുക്കൊന്ന് ആരാധിച്ച് അവസാനിപ്പിക്കാം. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ, അടുത്ത ആഴ്ച നമ്മൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് സംസാരിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നന്ദി കർത്താവേ. അപ്പാ, നല്ല സമയത്തിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരത്തിലേക്ക് ഇപ്പോൾ ഇത് ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്നവർ
ആരെല്ലാമാണോ ഒരു പുതിയ ഭാഷയാൽ അവർ നിറയ്ക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്, ആരെല്ലാമാണോ പരിശുദ്ധാത്മാവിനാൽ ചിലത് ഉച്ചരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, യൂട്യൂബിൽ എന്നെ കാണുന്നവരെയും ഞാനിപ്പോൾ സമർപ്പിക്കുകയാണ് കർത്താവേ. അവരുടെ ഹൃദയത്തെ അങ്ങ് കാണണമേ. എന്താണ് അവരുടെ ഹൃദയത്തിലെ ഉദ്ദേശം അതവർ മനസ്സിലാക്കണം. എന്തിനാണ് അവരിവിടെ ആയിരിക്കുന്നത് അവരത് മനസ്സിലാക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചാട്ടെ, നിങ്ങൾ ദൈവത്തോട് സംസാരിച്ചാട്ടെ. അമൃത സിസ്റ്ററിനെ നോക്കണ്ട, അടുത്ത് ആര് നിൽക്കുമെന്ന് നോക്കണ്ട, സമയം നോക്കണ്ട. സമയം നോക്കിയാലൊന്നും നിങ്ങൾക്കൊന്നും നടക്കത്തില്ല. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കുക. നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ യേശുവിനോട് സംസാരിക്കണം. സംസാരിക്കാം. യേശുവേ, കർത്താവേ, അവരുടെ ഹൃദയങ്ങളെ അങ്ങ് കാണുന്നല്ലോ. ഇപ്പോൾ ആരെല്ലാമാണോ ഒരഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് നിറയട്ടെ, നിറയട്ടെ. ആ കരങ്ങളെ ചേർത്തടിച്ച് ആ അഗ്നിയെ സ്വീകരിച്ചാട്ടെ. കർത്താവേ, ഞാൻ അഭിഷേകത്തെ സ്വീകരിക്കുന്നു. പുതിയ ഭാഷകൾ എൻ്റെ വായിലോട്ട് വരട്ടെ, പുതിയ ഭാഷകൾ എൻ്റെ വായിലോട്ട് വരട്ടെ, പുതിയ ഭാഷകൾ എൻ്റെ നാവിലോട്ട് വരട്ടെ. ഹല്ലേലൂയ. ഓ, എന്നെ ആ സാന്നിധ്യത്താൽ അങ്ങനെ അങ്ങ് നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ അസ്ഥി സൈന്യമായി എഴുന്നേൽക്കട്ടെ കർത്താവേ. എവിടെല്ലാമാണോ ജീവനില്ലാതെ കിടക്കുന്നത് അവിടെ ജീവൻ വ്യാപരിക്കട്ടെ. ഓ ഹല്ലേലൂയ കർത്താവേ, അവരെല്ലാം അങ്ങ് തൊടുന്നതിനായി നന്ദി. ഇപ്പോൾ കർത്താവേ അവരോട് അങ്ങ് സംസാരിക്കണമേ. യേശുവേ, കർത്താവിന്റെ ആ പ്രസൻസിനെ നിങ്ങൾ ആ ഒരു കോൺഷ്യസിലോട്ട് വന്നാട്ടെ. വേറെ ഒന്നും ചിന്തിച്ചോണ്ട് നിൽക്കല്ലേ. കർത്താവ് പറഞ്ഞു, ചിലരെല്ലാം ഇവിടെ ആ ഒരു കോൺഷ്യസ് വിട്ടിട്ട് വേറെ ചിലത് ചിന്തിച്ചോണ്ട് നിൽക്കുന്നു. ആരും വേറെ ഒന്നും ചിന്തിക്കല്ലേ. അപ്പൻ നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതൊന്ന് ചിന്തിക്ക്. ഹല്ലേലൂയ. ആ അഗ്നി നിങ്ങളിലേക്ക് ഇറങ്ങുന്നതൊന്ന് ചിന്തിക്ക്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. പരിശുദ്ധ റൂഹ ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങ് അവരെ കാണുന്നല്ലപ്പാ. എല്ലാവരെയും നിറച്ചാട്ടെ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. കരങ്ങളടിച്ച് ചേർന്ന് പാടിയാട്ടെ. ഹല്ലേലൂയ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ആ കരങ്ങളെ ചേർത്തടിച്ചാട്ടെ. അഭിഷേകം പ്രാപിക്കാത്തവര് ഇന്ന് അഭിഷേകം പ്രാപിച്ചിട്ടേ ഇന്ന് ഇവിടെ നിന്ന് പോകാവൂ. ഹല്ലേലൂയ. യൂട്യൂബിൽ എന്നെ കാണുന്ന സഹോദരങ്ങൾ, ഫർദർ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ ഇതിൽ സാധിക്കാത്തത് കൊണ്ട് ഞാൻ ഇപ്പോൾ നിർത്തുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളെ ദൈവം അഭിഷേകത്താൽ നിറയ്ക്കും. അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു. ആമേൻ.